എന്തുകൊണ്ടാണ് ഇവർ പുറത്തിറങ്ങി നടക്കുന്നത്? എന്തിനാണ് സ്ത്രീകൾ വൈകുന്നേരം പോകുന്നത്? സ്ത്രീകൾ പഠിക്കാൻ പോകുന്നത് എന്തിനാണ്? ക്യാമ്പസിൽ ഫോൺ ഉപയോഗിക്കാൻ പാടില്ല. അങ്ങനെ ഒരു ഇന്ത്യയിലെ ഒരു പ്രാകൃത യുഗത്തിലേക്ക് സ്ത്രീകളെ കൊണ്ടുപോകുന്ന ഒരു സ്ഥിതിയാണ് മോദി ഭരണത്തിന് കീഴിലുണ്ടായത്. നമ്മുടെ കഴിഞ്ഞ 10 വർഷത്തെ അനുഭവം ഇന്ത്യൻ സ്ത്രീകളുടെ ജീവിതത്തിലെ ഏറ്റവും മോശപ്പെട്ട ഒരു പോളിസി റെജീമായിരുന്നു എന്നുള്ളത് തന്നെയാണ്. ഏറ്റവും കൂടുതൽ പറയുന്ന ഒരു കാര്യമാണ് ഈ ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ. അതിനകത്ത് 80% പണം മോദിയുടെ പ്രചരണത്തിന് വേണ്ടിയിട്ടാണ് ചിലവാക്കിയത്. അത് ഏതാണ്ട് 80% പേർക്കും ഇതിന് കൊടുക്കേണ്ടതാണ് സർക്കാരിൻ്റെ ഈ പോവർട്ടി ലൈനിൻ്റെ ഈ 8 ലക്ഷം രൂപയുടെ കണക്ക് വെച്ചാൽ ആനുവൽ ഇൻകത്തിൻ്റെ. അപ്പോൾ അവർക്കത് പോയിട്ട് ഇവർ മൊത്തം ഈ 10 വർഷത്തിനകത്ത് പറയുന്ന 3 കോടി പേർക്ക് കൊടുത്തു എന്നുള്ളതാണ്. ഒരു വർഷം ഏതാണ്ട് 2 കോടി സ്ത്രീകൾക്ക് ഈ കൊടുക്കേണ്ട മെറ്റേണിറ്റി ബെനിഫിറ്റ് 10 വർഷം കൊണ്ട് 3 കോടി ആളുകൾക്ക് കൊടുത്തു എന്നാണ് കണക്ക്. അവരെവിടെയെങ്കിലും ഒരു കാലുറപ്പിക്കാൻ വേണ്ടി വരുന്നത് തന്നെ അങ്ങനെ ഒരു ക്ലാഷിൽ കൂടിയോ അങ്ങനെ ഒരു വർഗീയമായിട്ടുള്ള ചേരിതിരിവ് ഉണ്ടാക്കിക്കൊണ്ട് തന്നെയാണ്. അത് അവരുടെ മെറ്റിക്കുലസ് ആയിട്ടുള്ള RSSൻ്റെ നെറ്റ്വർക്ക് കൂടി നടക്കുമ്പം ഇപ്പം മോദി ഭരണത്തിലും അതുപോലെ തന്നെ മോദി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ ഭരണങ്ങൾ BJP ഭരണ സംസ്ഥാനങ്ങളിലും ഉള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അത് സ്റ്റേറ്റ് മെഷീനറിയെ മുഴുവൻ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുകയും ആ സ്റ്റേറ്റ് മെഷീനറിയെയും പോലീസിനെയും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥരിലും വളരെ കാര്യമായിട്ട് വളരെ മെറ്റിക്കുലസ് ആയിട്ട് പണം കൊടുത്തു. ഐഡിയോളജിക്കലി എന്നുള്ളതിനപ്പുറത്ത് അതൊരു കോർപ്പറേറ്റ് ഫണ്ടഡ് പ്രൊജക്റ്റ് ആയിട്ടാണ് നടപ്പാക്കിയിരിക്കുന്നത്. കൃത്യമായിട്ട് അത് വളരെ ഈ പറയുന്ന ഏറ്റവും ആധുനികമായിട്ടുള്ള ഡാറ്റ പ്രോസസ്സിംഗ് അടക്കം ഉപയോഗിച്ച് എവിടെ ഏത് ദിവസം നടക്കാൻ പ്ലാൻ ചെയ്ത് നടക്കുന്ന ഒരു സ്ഥിതിയാണുള്ളത്. രാമക്ഷേത്ര ഉദ്ഘാടനത്തിൻ്റെ അടക്കം ശേഷമുള്ള അനുഭവം ഇതാണ്. ജീവിത പ്രശ്നങ്ങളെ നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു ക്രെഡിബിൾ ആയിട്ടുള്ള നേതൃത്വം, അത് ലോക്കൽ ലെവലിലായാലും ഒരു നാഷണൽ ലെവലിലായാലും പ്രക്ഷോഭങ്ങൾ ഉയർത്തിക്കൊണ്ട് വരുമ്പോൾ ഇതിനെ മറികടക്കാൻ വേണ്ടിയിട്ടുള്ള ശേഷിയുണ്ട് എന്നുള്ളതാണ് നമ്മുടെ ഒരനുഭവം. ഇടതുപക്ഷ ഓൾട്ടർനേറ്റീവ് എന്ന് പറയുമ്പോൾ ഇടതുപക്ഷം എന്ന് പറയുമ്പോൾ ഒരു 6, 7, 8 ഇടതുപക്ഷ പാർട്ടികളല്ല ഇടതുപക്ഷം എന്ന് പറയുന്നത്. ഇടതുപക്ഷം എന്ന് പറയുന്നത് ഈ ജനങ്ങളുടെ വർഗ പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അല്ലെങ്കിൽ വിവേചനങ്ങൾക്കെതിരായിട്ടുള്ള സമരങ്ങൾ അടക്കം ചേരുന്ന ഒരു വലിയ ജനമുന്നണിയെയാണ് ഈ ഇടതുപക്ഷം എന്നുള്ളതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. വർഗ പ്രശ്നങ്ങളെ ഉയർത്തിക്കൊണ്ടുള്ള സമരങ്ങൾക്കുള്ള ഏറ്റവും വലിയ ശക്തി അതിന് നിങ്ങൾക്ക് ഈ പറയുന്ന മറ്റ് നരേറ്റീവുകൾ കൊണ്ട് അതിനെ തടയാൻ രാഷ്ട്രീയം മാത്രമല്ല അതായത് CAA മൂവ്മെന്റ്, ആ CAA മൂവ്മെന്റിനെ നിങ്ങൾക്ക് ആൾക്കാരെ ഡിവൈഡ് ചെയ്യിപ്പിക്കാനും 2 ഒപ്പീനിയൻ ഉണ്ടാക്കാൻ വേണ്ടി പറ്റിയെങ്കിൽ തൊഴിലാളിക്ക് മിനിമം കൂലി കൊടുക്കണോ അല്ലെങ്കിൽ MSP കൊടുക്കണോ അവിടെ നിമിഷം നടക്കില്ല. ഇന്ത്യയുടെ ഭാവി ആ കർഷകരുടെയും തൊഴിലാളികളുടെയും രൂപപ്പെട്ട ഐക്യത്തിൽ നിന്നാണ്. ഇന്ത്യയുടെ ജനാധിപത്യം സംരക്ഷിക്കാനുള്ള ഒരേ ഒരു ഗ്യാരണ്ടി അത് തന്നെയാണ്. ഇലക്ഷൻ നടക്കാൻ പോകുന്നു, വോട്ടെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. നരേന്ദ്രമോദി പലതവണയായി കേരളത്തിൽ പ്രചാരണത്തിന് വേണ്ടിയിട്ട് വരുന്നത്. ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് മുൻപൊരു തവണ കേരളത്തിൽ വന്നപ്പോൾ തൃശ്ശൂർ വെച്ചിട്ടൊരു സമ്മേളനം നടത്തിയിരുന്നു. അതിൽ സ്ത്രീകളുടെ ഒരു പങ്കാളിത്തത്തെ കൂടുതൽ ഉറപ്പിച്ചുകൊണ്ടാണ് സമ്മേളനം നടത്തിയത്. അതിൽ കേരളത്തിൻ്റെ ചരിത്രത്തിലുള്ള സ്ത്രീകളെ ഓർമ്മിപ്പിച്ചു. അങ്ങനെ പലതരത്തിൽ സ്ത്രീകളെ ഫോക്കസ് ചെയ്തിട്ടുള്ള അവർക്കുള്ള ഗ്യാരണ്ടി എന്നുള്ള രീതിയിലുള്ള മുദ്രാവാക്യങ്ങളൊക്കെ ഉയർത്തിക്കൊണ്ടാണ് സംസാരിച്ചത്. ഇപ്പോൾ സ്ത്രീ തൊഴിലാളികളുടെ ഇടയിൽ വർഷങ്ങളായിട്ട് പ്രവർത്തിക്കുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ മോദി റെജീമിനകത്ത് കൊല്ലപ്പെട്ടിട്ടുള്ള സ്ത്രീകളുണ്ട്, സ്ത്രീകൾ അനുഭവിച്ചിട്ടുള്ള ഒരുപാട് പ്രതിലോമകരമായ അവസ്ഥയുണ്ട്. ഈ ഒരു ആംഗിളിൽ എങ്ങനെ മോദി ഭരണത്തിൻ്റെ 10 കൊല്ലത്തെ നമ്മൾ നിർവചിക്കും? ഒന്ന്, BJPയുടെ ഈ തവണത്തെ ഇലക്ഷൻ തന്ത്രത്തിൽ സ്ത്രീകൾ അവരുടെ ഒരു പ്രധാനപ്പെട്ട ടാർഗറ്റാണ്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് കേരളത്തിലടക്കം അത് വന്നിട്ട് പ്രചരണം നടത്തിയിട്ടുള്ളത്. അത് നമ്മുടെ കഴിഞ്ഞ 10 വർഷത്തെ അനുഭവം ഇന്ത്യൻ സ്ത്രീകളുടെ ജീവിതത്തിലെ ഏറ്റവും മോശപ്പെട്ട ഒരു പോളിസി റെജീമായിരുന്നു എന്നുള്ളത് തന്നെയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സ്ത്രീകളുടെ സാമ്പത്തിക അവസ്ഥ. കൊല്ലപ്പെട്ട സ്ത്രീകൾക്കെതിരായിട്ടുള്ള അക്രമങ്ങളെക്കുറിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ അടിസ്ഥാനപരമായിട്ട് BJP ക്ലെയിം ചെയ്യുന്ന JJPയുടെ ഇലക്ഷൻ മാനിഫെസ്റ്റോയിൽ അല്ലെങ്കിൽ അവരുടെ പ്രചരണ പുസ്തകങ്ങളിലടക്കം പറയുന്നത് ഒരുപാട് തൊഴിലവസരങ്ങൾ സ്ത്രീകൾക്ക് കൊടുത്തു എന്നുള്ളതാണ്. അപ്പോൾ ഇന്ത്യയിൽ മൊത്തം തൊഴിലില്ലായ്മയുടെ ഏറ്റവും രൂക്ഷമായിരിക്കുന്ന ഒരവസ്ഥയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്.
അതേപോലെ തന്നെയാണ് സ്ത്രീകളുടെ തൊഴിലില്ലായ്മ. അത് സ്ത്രീകളുടെ തൊഴിൽ പങ്കാളിത്തവും തൊഴിലില്ലായ്മയും ഇന്ത്യയിൽ ഈ സ്വാതന്ത്ര്യാനന്തരം ഏറ്റവും റെക്കോർഡായിട്ടുള്ള ഒരു കാലഘട്ടമാണുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഈ കോവിഡിന് ശേഷം വന്ന കണക്ക് ഏതാണ്ട് 16% സ്ത്രീകളുടെ തൊഴിൽ പങ്കാളിത്തം. അപ്പോൾ നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ടായിരുന്നു, ഈ 16% എന്ന് പറഞ്ഞാൽ ബാക്കി 84% സ്ത്രീകൾ വെറുതെ ഇരിക്കുകയാണോ? അപ്പോൾ അത് തെളിയിക്കുന്നത് അതിൻ്റെ ഒരു പ്രിക്കാരിറ്റി, ആ ഒരു സ്ത്രീകൾ എടുക്കുന്ന തൊഴിലിൻ്റെ അവരെല്ലാം എങ്ങനെയോ ജീവിച്ചു പോകുന്നു, എങ്ങനെയോ നിലനിൽക്കുന്നു എന്നുള്ളൊരു സ്ഥിതിയിലേക്കാണ്. അപ്പോൾ അതിൻ്റെ ഒരു വലിയ വിഭാഗം തൊഴിൽ മേഖലയിൽ തൊഴിലെടുക്കുന്ന സ്ത്രീകൾ അവരുടെ പെയ്ഡായിട്ടുണ്ടായിരുന്ന വർക്ക് അൺപെയ്ഡായി മാറി എന്നുള്ളതും ഒരു വലിയ ഇതാണ്. അതായത് അങ്ങനെ എങ്ങനെയൊക്കെയോ നിലനിന്നു പോകുന്നു. അപ്പോൾ ഇത്തവണ ഈ കോവിഡിന് ശേഷം വന്ന കണക്കിൽ 2020, 2021 എല്ലാം ഏറ്റവും വളരെ കഴിഞ്ഞ വർഷം വളരെ ഡ്രമാറ്റിക്കായിട്ട് ഏതാണ്ട് 34% തൊഴിൽ പങ്കാളിത്തം വർദ്ധിച്ചു എന്നാണ് സർക്കാരിൻ്റെ കണക്ക് വന്നത്. അപ്പോൾ അവിടെയുള്ളത് എന്താണെന്ന് വെച്ചാൽ അവർ അത് കാണിക്കുന്ന ആ കണക്കിൽ ഈ വർധന വന്നത് അത് ഈ നമ്മുടെ അൺപെയ്ഡ് ഫാമിലി ലേബർ, അതാണ് ഈ വർധന. അതിൻ്റെ അകത്ത് ഏതാണ്ട് 80-60% മുകളിൽ ഈ വർധനയിലുണ്ടായാൽ, അതായത് നമ്മുടെ അഗ്രേറിയൻ ക്രൈസിസും ഈ കാർഷിക മേഖലയിലുള്ള വലിയ പ്രതിസന്ധിയും അതിൻ്റെ ഭാഗമായിട്ടുള്ള മൈഗ്രേഷനും. അപ്പോൾ കൃഷി ഒരിക്കലും ലാഭകരമല്ല. അപ്പം നിലനിന്ന് പോകാൻ വേണ്ടിയിട്ട് എടുക്കുന്ന പണിയായിട്ട് ആ കാർഷിക മേഖലയിൽ എടുക്കുന്ന പണി സ്ത്രീകളുടെ പണി കണക്കിൽ വരുന്നില്ല. അപ്പോൾ അവർ കുടുംബത്തിൽ അതല്ലെങ്കിൽ കന്നുകാലി വളർത്തലിലും ഒക്കെ ഏർപ്പെട്ടിരിക്കുന്ന സ്ത്രീകളുടെ അതിൽ വീട്ടിലെടുക്കുന്ന പണി, ആ വീട്ടിലെടുക്കുന്ന കെയർ വർക്ക് അടക്കമുള്ള ആ വീട്ടിലെടുക്കുന്ന പണിയേയും കൂടി തൊഴിൽ പങ്കാളിത്തത്തിലെ കണക്കിൽപ്പെടുത്തിയിട്ടാണ് ഇത് വരുന്നത്. അപ്പം അത് ഒന്ന്. രണ്ട്, ഇതേ സർവേകളിലടക്കം ഇപ്പം ILOയുടെ റിപ്പോർട്ടൊക്കെ വന്നതിൽ ഇവർക്കുള്ള വരുമാനം അല്ലെങ്കിൽ അവരുടെ കൂലി അത് ഏറ്റവും തുച്ഛമായിട്ടുള്ള നിലനിന്ന് പോകാൻ വേണ്ടി പോലും ഇപ്പം നിലവിൽ പ്രഖ്യാപിക്കപ്പെട്ട കൂലിയടക്കം 240 ഒക്കെയാണ്. തൊഴിലുറപ്പ് കൂലിയടക്കം 180, 200 ഒക്കെയാണ് പല സംസ്ഥാനങ്ങളിലും. ഇപ്പോൾ ബീഹാറിലൊക്കെ ആണെങ്കിൽ അവിടെ സ്ത്രീകളുടെ കൂലി 200 രൂപയാണ്. ഇപ്പം അവിടെ വിളവെടുപ്പ് നടക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഈ ഒരു അതായത് എന്താ പറയുക, പട്ടിണി കൂലിയിൽ പണിയെടുക്കാൻ വരുന്നതാണ്. അതുപോലെ തന്നെ തൊഴിലെടുക്കുന്ന സ്ത്രീകളിൽ ഏറ്റവും വലിയൊരിത് ഡൊമസ്റ്റിക് വർക്കേഴ്സ്. പിന്നെ സർക്കാർ മേഖലയിൽ, സേവന മേഖലയിലുള്ള തൊഴിലെന്ന് പറയുന്നത് ഇപ്പോൾ ഞാൻ അടക്കം പണിയെടുക്കുന്ന ഈ വിവിധ സർക്കാർ പദ്ധതികളിലെ തൊഴിലാളികളാണ്. പക്ഷേ സർക്കാരിലെ ഈ കോൺട്രാക്ടറൈസേഷൻ, തൊഴിൽ മേഖലയിലെ സ്ഥിര നിയമനങ്ങൾ ഇല്ലാതാക്കി ഈ തൊഴിൽ മേഖലയിലുള്ള പരിഷ്കാരങ്ങളുടെ ഫലമായിട്ട് വരുന്ന അതിൻ്റെ ഒരു വകഭേദമാണ് ഗവൺമെൻറ് സെക്ടറിൽ, പ്രത്യേകിച്ച് സർവീസ് സെക്ടറിലുള്ള സർവീസുകളെ തന്നെ പെർമനൻ്റ് എന്നുള്ള നിലയിൽ നിന്ന് മാറ്റി സ്കീമുകളിലേക്ക് കൺവേർട്ട് ചെയ്യുകയും അതിൽ പണിയെടുക്കുന്നവരെ അവരുടെ തൊഴിൽ തന്നെയല്ല എന്ന് പറയുക. അപ്പോൾ ഇതെല്ലാം കൂടി ചേർന്നിട്ടാണ് തൊഴിൽ. അപ്പോൾ ഒരു പാചക തൊഴിലാളി, ഏതാണ്ട് 28 ലക്ഷം പാചക തൊഴിലാളികളാണ് ഇന്ത്യയിലുള്ളത്. അത് സർക്കാരാണ് അവരുടെ എംപ്ലോയർ. അതിൽ കേരളത്തിലൊഴികെ, തമിഴ്നാട്ടിലും ഒഴികെ ബാക്കി എല്ലാ സംസ്ഥാനങ്ങളിലും 1000 രൂപ മാസത്തിൽ, അതും 10 മാസം, അതാണ് അവരുടെ കൂലി. അപ്പോൾ ഇവരെല്ലാമാണ് പണിയെടുക്കുന്നവരുടെ പട്ടികയിൽപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ഈ 10 വർഷത്തിൽ സർക്കാർ നേരിട്ട് എംപ്ലോയർ ആയിട്ടുള്ള ഒരു പദ്ധതിയിലെ ഒരു തൊഴിലാളിക്ക് 100 രൂപ വർദ്ധിപ്പിക്കാൻ വേണ്ടി പോലും തയ്യാറായിട്ടില്ല. അപ്പോൾ ഇതാണ് ഈ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ഗ്യാരണ്ടി. അതേപോലെ തന്നെ മറ്റ് പല ഗ്യാരണ്ടികളും സ്ത്രീകൾക്ക്, ഒന്ന് ഉജ്ജ്വല സ്കീം, അതാണ് പറയുന്നത് ഞങ്ങൾ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണ് എല്ലാം ചെയ്യുന്നത്, സ്ത്രീ ശാക്തീകരണത്തിന്. അതിൽ വന്നിട്ടുള്ള കണക്കുകളെല്ലാം എപ്പോഴും വരുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ആദ്യം കൊടുത്ത ഒരു കണക്ഷൻ, നമ്പർ ഓഫ് കണക്ഷൻസ്, അത് ടോട്ടൽ വരുന്നതിനെ മുഴുവനും കൂടെ കൂട്ടിയിട്ടാണ് അവർ ഉജ്ജ്വലയിൽ പെടുത്തിയിട്ട് പറയുന്നത്. രണ്ട്, അതിൻ്റെ ഒരു സിലിണ്ടർ ആദ്യം കൊടുത്ത കണക്ഷൻ കിട്ടിയതല്ലാതെ രണ്ടാമത് വന്നിട്ടില്ലാത്തവരാണ് ആ കണക്കുകളൊക്കെ നമ്മൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത്. അതിനേക്കാളെല്ലാം പിന്നെ ഈ വരുന്നത് ഈ സ്ത്രീകൾക്ക് മറ്റേണിറ്റി ബെനിഫിറ്റ് കൊടുത്തു എന്നൊക്കെ. അതൊക്കെ വളരെ ക്രൂരമായിട്ട് സ്ത്രീകൾ ഇന്നിപ്പോൾ ഒരു വർഷത്തിൽ ഇന്ത്യയിൽ ഏതാണ്ട് 2.5 ലക്ഷം പ്രസവങ്ങളാണ് നടക്കുക, 2.5 കോടി. ആ 2.5 കോടിയിലെ ഇപ്പോൾ ഇന്ത്യയിലെ ഒരു പോവർട്ടി ലൈനിൻ്റെ ഒരു റേഷ്യോ വെച്ചിട്ട് ഈ ഫുഡ് സെക്യൂരിറ്റി ആക്ട് പ്രകാരവും ഈ മെറ്റേണിറ്റി ബെനിഫിറ്റ് ആക്ട് പ്രകാരവും ഈ സർക്കാർ അവർക്ക് ഈ കൊടുക്കുന്ന കോമ്പൻസേഷനായിട്ടാണ്, മെറ്റേണിറ്റി ബെനിഫിറ്റായിട്ടാണ് ഈ 6,000 രൂപയാണ് കൊടുക്കേണ്ടത് ഒരു സ്ത്രീക്ക്. അതിന് ഇപ്പോൾ അതിനകത്തൊരു 60%
അത് ഏതാണ്ട് 80% പേർക്കും ഇതിന് കൊടുക്കേണ്ടതാണ് സർക്കാരിൻ്റെ ഈ പോവർട്ടി ലൈനിൻ്റെ ഈ 8 ലക്ഷം രൂപയുടെ കണക്ക് വെച്ചാൽ ആനുവൽ ഇൻകത്തിൻ്റെ. അപ്പോൾ അതിന് അവർക്കത് പോയിട്ട് ഇവർ മൊത്തം ഈ 10 വർഷത്തിനകത്ത് പറയുന്ന 3 കോടി പേർക്ക് കൊടുത്തു എന്നുള്ളതാണ്. ഒരു വർഷം ഏതാണ്ട് 2 കോടി 2 കോടി സ്ത്രീകൾക്ക് ഈ കൊടുക്കേണ്ട മെറ്റേണിറ്റി ബെനിഫിറ്റ് 10 വർഷം കൊണ്ട് 3 കോടി ആളുകൾക്ക് കൊടുത്തു എന്നുള്ളതാണ് കണക്ക്. അപ്പോൾ ഈ കണക്കുകളെ നമ്മൾ ഈ കണക്കുകൾ വരുമ്പോൾ ആൾക്കാർക്ക് അതിനെ ഒന്നും പെട്ടെന്ന് നമ്മുടെ സ്വയ ജീവിതത്തിലേക്ക് റിലേറ്റ് ചെയ്യാൻ വേണ്ടി കഴിയുന്നില്ല. അതായത് അവരുടെ ബജറ്റാണെങ്കിലും 2400 കോടി ഉണ്ടായിരുന്നത് ഈവൻ കോവിഡ് കാലത്ത് 1200 കോടിയായിട്ട് വെട്ടിച്ചുരുക്കിയതാണ് മെറ്റേണിറ്റി ബെനിഫിറ്റിന് വേണ്ടിയിട്ടുള്ളത്. PMMV എല്ലാത്തിൻ്റെയും എല്ലാ സ്കീമുകളും ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ പേരിലാണല്ലോ ഉള്ളത്. അപ്പോൾ അത് ഏതാണ്ട് നേർപകുതിയായിട്ട് വെട്ടിച്ചുരുക്കി 6000 രൂപയാണ് നിയമത്തിൽ പറയുന്നത്. അതിൽ 5000 രൂപയെ കൊടുക്കുന്നുള്ളൂ. ആ 5000 രൂപയുടെ തന്നെ ആദ്യത്തെ ഗഡു മാത്രമേ പലർക്കും കിട്ടുന്നുള്ളൂ. ഇപ്പോൾ പലർക്കും അത് കിട്ടുന്നുമില്ല. അപ്പോൾ ഇത് ബജറ്റിൽ വിലയിരുത്തലില്ല. ഇവരുടെ ഈ കണക്കുകളിൽ കാണിക്കുന്നതാണ് ഇത് കിട്ടേണ്ടത് എത്ര പേർക്കാണ് കൊടുത്തതെന്നുള്ളത്. കഴിഞ്ഞ കാലയളവിലെ എല്ലാ പ്രഖ്യാപനങ്ങളിലും അവരുടെ ബജറ്റ് എസ്റ്റിമേറ്റും അല്ലെങ്കിൽ എസ്റ്റിമേറ്റ് ബജറ്റിന് തൻ്റെ പകുതിയാണ് പലയിടത്തും ചെലവഴിച്ചിട്ടുള്ളത്. അപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ പ്രഖ്യാപനങ്ങളിൽ വന്നിട്ടുള്ളതല്ല, ഇതെല്ലാം പ്രചരണം മാത്രമാണ്. ഇപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ പറയുന്ന ഒരു കാര്യമാണ് ഈ ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ. അതിനകത്ത് 80% പണം മോദിയുടെ പ്രചരണത്തിന് വേണ്ടിയിട്ടാണ് ചിലവാക്കിയത്. അപ്പോൾ ഈ പറയുന്നതാണ് അടിസ്ഥാനപരമായിട്ട് ഈ ജനങ്ങളെ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം. ജനങ്ങളുടെ അല്ലെങ്കിൽ സ്ത്രീകളുടെ ജീവിത നിലവാരത്തിൽ എന്താണ് വ്യത്യാസം ഉണ്ടായത്? വീട്ടിൽ ഗ്യാസ് കണക്ഷൻ മുതൽ ഇങ്ങോട്ട് ഈ മെറ്റേണിറ്റി ബെനിഫിറ്റ്, അതുപോലെ തന്നെ തൊഴിലിൻ്റെ കൂലി, ഇതിലെല്ലാമായിട്ട് യാതൊരു അടിസ്ഥാനപരമായിട്ടുള്ള വ്യത്യാസവും ഇല്ല എന്ന് മാത്രമല്ല വളരെ മോശമാകുന്ന സ്ഥിതിയാണ് ഉണ്ടായിരിക്കുന്നത്. വിലക്കയറ്റവും കൂടി വരുമ്പോൾ അവരുടെ യഥാർത്ഥ വരുമാനത്തിൽ ഇടിവാണ് ഉണ്ടായിട്ടുള്ളത് എല്ലാ മേഖലയിലും. ഇതാണൊന്ന്. പിന്നെ വരുന്നതാണ് ഈ പറയുന്ന RSSൻ്റെ ഐഡിയോളജി പ്രകാരം സ്ത്രീകളുടെ എല്ലാ അവരുടെ എന്താ പറയുക, സ്ത്രീകൾ പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി പോലും പാടില്ല എന്ന് മന്ത്രിമാരടക്കം പ്രഖ്യാപിക്കുന്ന ആ കാര്യങ്ങളും സ്ത്രീ സുരക്ഷ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഏറ്റവും മോശമായിരിക്കുന്ന സ്ഥിതിയാണുള്ളത്. ഡൽഹി പോലുള്ള പട്ടണങ്ങളിൽ ഡൽഹി പോലീസ് നേരിട്ട് കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലാണുള്ളത്. അവിടെയെല്ലാം ഏറ്റവും അസുരക്ഷിതമായ സ്ഥലങ്ങളാണ്. തന്നെയല്ല ഏറ്റവും കൂടുതൽ മോദി ഭരണത്തിൽ സ്ത്രീകൾക്ക് നേരെയുള്ള അക്രമങ്ങളെ അതൊരു പൊളിറ്റിക്കലി ഐഡിയോളജിക്കലി അടക്കം അതിനെ ജസ്റ്റിഫൈ ചെയ്യുന്ന ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കി എന്നുള്ളതാണ് ഈ മോദി ഭരണത്തിൽ സ്ത്രീകൾക്ക് ഏറ്റവും വലിയ ഒരു അസുരക്ഷയെ എന്ന് വെച്ചാൽ എന്തുകൊണ്ടാണ് ഇവർ പുറത്തിറങ്ങി നടക്കുന്നത്? എന്തിനാണ് സ്ത്രീകൾ വൈകുന്നേരം പോകുന്നത്? സ്ത്രീകൾ പഠിക്കാൻ പോകുന്നത് എന്തിനാണ്? ക്യാമ്പസിൽ ഫോൺ ഉപയോഗിക്കാൻ പാടില്ല. അങ്ങനെ ഇന്ത്യയിലെ ഒരു പ്രാകൃത യുഗത്തിലേക്ക് സ്ത്രീകളെ കൊണ്ടുപോകുന്ന ഒരു സ്ഥിതിയാണ് മോദി ഭരണത്തിന് കീഴിലുണ്ടായത്. അത് വേണ്ടത്ര രീതിയിൽ നിന്നല്ല, വളരെ വ്യാപകമായ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നതാണ് ഈ വിഷയങ്ങൾ. ഈ ഗ്രാമീണ ഇന്ത്യയിൽ ഈ പറയുന്ന തൊഴിലാളി പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുമ്പോഴും അതിനെ മറികടന്നുകൊണ്ട് വർഗീയതയെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് മോദി സർക്കാരിന് ഭയങ്കരമായിട്ട് കഴിഞ്ഞിട്ടുണ്ടെന്ന്. അത് ഈ ഒരു കാലഘട്ടത്തിൽ മാത്രമല്ല, കുറേ കാലമായിട്ട് RSSൻ്റെ BJPയുടെ സ്വാധീനം വിശ്വാസപരമായിട്ട് അല്ലെങ്കിൽ മതപരമായിട്ടുള്ള ഒരു സ്വാധീനം ചെലുത്താനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. രാമായണം, മഹാഭാരതം പോലുള്ള മിത്തിക്കലായിട്ടുള്ള കഥകളെ ഉപയോഗിച്ചുകൊണ്ട് ഉള്ള ഒരു വലിയ ശ്രമം നടന്നതായിട്ട് നമുക്ക് സൂക്ഷ്മമായിട്ട് നോക്കുമ്പോൾ മനസ്സിലാവും. ദളിത് വിഭാഗങ്ങൾക്കിടയിലേക്കും ഇൻറോഡ്സ് ഉണ്ടാക്കിയിട്ടുള്ളത് ഇത്തരത്തിലുള്ള വിശ്വാസ പ്രമാണങ്ങളെ ഉപയോഗിച്ചുകൊണ്ടാണ്. അപ്പോൾ ആ രീതിയിലുള്ള ഒരു മാറ്റം, അതായത് നമ്മൾ ഈ പറയുന്ന സ്ട്രഗിൾസ് എല്ലാം നിലനിൽക്കുമ്പോഴും അതിനെ മറികടക്കാൻ ശേഷിയുള്ള വർഗീയതയെ എങ്ങനെയാണ് ഉപയോഗിച്ചിട്ടുള്ളതെന്ന് മനസ്സിലായിട്ടുള്ളത്? വർഗീയതയുള്ള വളരെ മെറ്റിക്കുലസായി വളരെ പ്ലാൻഡ് ആയിട്ടുള്ള ക്ലാഷുകൾ ചെറുതായി ഉണ്ടാക്കി. അത് എല്ലാ സ്ഥലത്തും RSSൻ്റെയും BJPയുടെയും നേതൃത്വത്തിൽ എന്നും ചെയ്തുകൊണ്ടിരുന്നതാണ്. RSS അങ്ങനെയാണ് എല്ലാ സ്ഥലങ്ങളിലും കേരളത്തിലടക്കം വർക്ക് ചെയ്തിട്ടുള്ള. അവരെവിടെയെങ്കിലും ഒരു കാലുറപ്പിക്കാൻ വേണ്ടി വരുന്നത് തന്നെ അങ്ങനെ ഒരു ക്ലാഷിൽ കൂടിയോ അങ്ങനെ ഒരു വർഗീയമായിട്ടുള്ള ചേരിതിരിവ് ഉണ്ടാക്കിക്കൊണ്ട് തന്നെയാണ്. അത് അവരുടെ മെറ്റിക്കുലസ് ആയിട്ടുള്ള RSSൻ്റെ നെറ്റ്വർക്ക് കൂടി നടക്കുമ്പം ഇപ്പം മോദി ഭരണത്തിലും അതുപോലെ തന്നെ മോദി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ ഭരണങ്ങൾ BJP ഭരണ സംസ്ഥാനങ്ങളിലും ഉള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അത് സ്റ്റേറ്റ് മെഷീനറിയെ മുഴുവൻ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുകയും ആ സ്റ്റേറ്റ് മെഷീനറിയെയും പോലീസിനെയും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥരിലും വളരെ കാര്യമായിട്ട് വളരെ മെറ്റിക്കുലസ് ആയിട്ട് പണം കൊടുത്തു. ഐഡിയോളജിക്കലി എന്നുള്ളതിനപ്പുറത്ത് അതൊരു കോർപ്പറേറ്റ് ഫണ്ടഡ് പ്രൊജക്റ്റ് ആയിട്ടാണ് നടപ്പാക്കിയിരിക്കുന്നത്. കൃത്യമായിട്ട് അത് വളരെ ഈ പറയുന്ന ഏറ്റവും ആധുനികമായിട്ടുള്ള
ആയിട്ടുള്ള ഡാറ്റ പ്രോസസ്സിങ് അടക്കം ഉപയോഗിച്ച് എവിടെ ഏത് ദിവസം നടക്കണം പ്ലാൻ ചെയ്ത് നടക്കുന്ന ഒരു സ്ഥിതിയാണുള്ളത്. അത് ഒരു പരിധി വരെ നമുക്ക് പറയാൻ കഴിയും. അവർ ഉണ്ടാക്കിയിരിക്കുന്ന വലിയ നരേറ്റീവുകൾ, ഇപ്പോൾ മുസ്ലിം പോപ്പുലേഷനെ കുറിച്ച്, അപ്പോൾ അൺഎംപ്ലോയ്മെൻറ്റും അതുപോലെ തന്നെ ജോലി, ഈ സ്കൂൾ വിദ്യാഭ്യാസം, ഇതിലൊക്കെ ഹയർ എഡ്യൂക്കേഷൻ, അവിടെയൊക്കെയുള്ള ആ മനുഷ്യന്മാരുടെ താല്പര്യത്തിൽ, അപ്പോൾ നിങ്ങളുടെ കുട്ടികൾക്ക് അത് കിട്ടാതിരിക്കുന്നത് മുഴുവൻ ഈ പറയുന്ന അതർ മറ്റുള്ളവരുള്ളത് കൊണ്ടാണ്. അങ്ങനെ ഒരു നരേറ്റീവ് കൂടിയാണ് അവർ ഈ ഒരു വർഗീയതയുടെ ഒരു വിഷയം വരുന്നത്. അത് പ്ലാൻ ചെയ്തത് ചെയ്യുമ്പോൾ പോലും നമ്മുടെ ഒരു അനുഭവത്തിൽ കഴിഞ്ഞ 10 വർഷത്തെ അതിന് മുമ്പെടുത്തുള്ള ഒരു പണി, ഈ എല്ലാ മെഷീനറി ഉപയോഗിച്ചത് ചെയ്യുമ്പോഴും അത് വർഗീയമായിട്ടുള്ളൊരു ചെയ്തൊരു വളരെ കൃത്യമായിട്ട് അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള അവർ ശ്രമിച്ചിട്ടുണ്ട്. ജാതീയതയെ അതിനേക്കാളും അധികം ഉപയോഗിച്ചിട്ടുണ്ട്. ജാതീയതയാണ് അതൊരു കൂടുതൽ വളരെ കൃത്യമായിട്ട് ഉപയോഗിക്കുന്നത്. എന്നാൽ പോലും എൻ്റെ ഒരു കഴിഞ്ഞ 10 വർഷത്തെ ഒരു നിരീക്ഷണം നേരെ തിരിച്ചാണ്. അതായത് ഇവരുണ്ടാക്കുന്ന ഈ നരേറ്റീവുകൾക്കപ്പുറത്ത് ഈ ജനകീയ സമരങ്ങളും ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങളും ഇതിന് മുകളിലേക്ക് വരുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ ഏതാനും ഒരു 5-6 വർഷത്തെ ഒരു ചരിത്രത്തിൽ വരുമ്പോൾ അത് തിരിച്ചാണ് വരുന്നത്. ഒന്നാം മോദി ഭരണത്തിലും അതിൻ്റെ തുടർച്ച ഇത് വരും. ഇപ്പം ഈ പറയുന്ന ഈ രാമക്ഷേത്ര ഉദ്ഘാടനത്തിൻ്റെ അടക്കം ശേഷമുള്ള അനുഭവം ഇതാണ്. ജീവിത പ്രശ്നങ്ങളെ നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു ക്രെഡിബിൾ ആയിട്ടുള്ള നേതൃത്വം, അത് ലോക്കൽ ലെവലിലായാലും ഒരു നാഷണൽ ലെവലിലായാലും പ്രക്ഷോഭങ്ങൾ ഉയർത്തിക്കൊണ്ട് വരുമ്പോൾ അതിന് ഇതിനെ മറികടക്കാൻ വേണ്ടിയിട്ടുള്ള ശേഷിയുണ്ട് എന്നുള്ളതാണ് നമ്മുടെ ഒരനുഭവം. കർഷക സമരത്തിൽ സ്ത്രീകളുടെ പങ്കാളിത്തം ഭയങ്കരമായിട്ട് പ്രകീർത്തിക്കപ്പെട്ടതായിരുന്നു പലതരത്തിൽ. എൻ്റെ നേതൃത്വത്തിൽ അതിൻ്റെ പിന്നണിയിൽ അപ്പോഴും പാചകം തൊഴിലൊക്കെ എടുത്തത് സ്ത്രീകൾ തന്നെയാണെന്നുള്ള ചിത്രങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അതിനകത്ത് പങ്കാളിത്തം എത്രത്തോളമായിരുന്നു, എത്രത്തോളം ശക്തമായിരുന്നു, എത്രത്തോളം പൊളിറ്റിക്കലായിരുന്നു കർഷക സമരത്തിനകത്ത് സ്ത്രീകളുടെ പ്രാതിനിധ്യവും പങ്കാളിത്തവും? അത് ഇതിനെയൊക്കെ ഒരു റൊമാൻറ്റിസൈസ് ചെയ്യുന്ന ഒരു പ്രവണത നമുക്കെല്ലാം ഉണ്ട്. പിന്നെ നമ്മളൊരു സെൽഫ് ക്രിട്ടിക്കലായിട്ട് കാണുന്ന ഒരു സാധനത്തിനെ നമ്മളതിനെ വളരെ ബോധപൂർവം പ്രൊജക്റ്റ് ചെയ്യുന്ന അത് വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് നമ്മൾ കാണുന്നത്. കർഷക പ്രസ്ഥാനങ്ങളും അല്ലെങ്കിൽ ആ കർഷക സമരത്തിൻ്റെ വിലയിരുത്തലിൽ അതിൽ സ്ത്രീകളുടെ പങ്കാളിത്തവും, ഒന്ന് അതിൻ്റെ ഫിസിക്കൽ പങ്കാളിത്തം, രണ്ട് അവരുടെ ഒരു വർഗപരമായിട്ടുള്ള റോൾ എന്താണെന്ന് വളരെ സെൽഫ് ക്രിട്ടിക്കലായിട്ട് ഇനിയും അത് പരിശോധിക്കേണ്ടിയിരിക്കും. ഒന്ന് ഈ ലാൻഡ് റൈറ്റ്സ് തന്നെ ഉള്ള ഒരു സാധനം. ലാൻഡ് റൈറ്റ്സ് അവിടെ ഒരു ഇഷ്യൂ ആയിരുന്നിട്ടേ ഇല്ലല്ലോ. അതായത് ഈ പ്രൊക്യൂർമെൻ്റ് അല്ലെങ്കിൽ ഈ പറയുന്ന നിയമങ്ങളിലും അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഓൾട്ടർനേറ്റീവ് നിയമങ്ങളിലും ഡിമാൻഡ് അത് വന്ന കർഷക നിയമങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രക്ഷോഭം എന്നുള്ളതിലപ്പുറത്തൊരു ബേസിക് ഇഷ്യൂസ് ഒന്നും അവിടെ ഇനി അടുത്ത ഘട്ടങ്ങളിലേക്ക് അത് ഉയർന്നു വരുമായിരിക്കും. അതേസമയം നമ്മുടെ ഒരു അനുഭവത്തിൽ ഈ കർഷക സമരത്തിൽ പങ്കെടുത്തവരിൽ ഒരു വലിയ വിഭാഗം കർഷക തൊഴിലാളികളാണ്. അതായത് മാർജിനലൈസ്ഡ് ഫാമേഴ്സ് കർഷക തൊഴിലാളികളായിട്ട് നിൽക്കുന്ന ഹരിയാനയിലെയും പഞ്ചാബിലെയും വെസ്റ്റേൺ യുപിയിലുള്ള അതിൻ്റെ നേതൃത്വപരമായ പങ്കിൽ വൻകിട കർഷകരും ഒക്കെ ഒരു റിച്ച് പെസൻട്രിയിലെ ഒരു ഭാഗമടക്കം ഉണ്ടെങ്കിൽ അവിടെ വലിയ ഒരു പങ്കാളിത്തോടെ ഉണ്ടായിരുന്നു. 2 ഗ്രാമങ്ങൾ ഒന്നാകെ ഈ സമരങ്ങളിൽ പങ്കാളികളാകുന്നു. അപ്പോൾ എല്ലാവരുടെയും അതിൻ്റെ പങ്കാളിത്തം അതിലുണ്ട്. അതുപോലെ തന്നെ ഫിസിക്കലായിട്ടുള്ള പ്രസൻസിലടക്കം എല്ലാവരും കൂടി വരുന്ന ഒരു കൾച്ചർ വന്നു. അപ്പം അത് ഉണ്ടായിരുന്നു എന്നുള്ളത് വസ്തുത. 2 തൊഴിലാളികളുടെ സപ്പോർട്ട്, അത് ഈ പ്രദേശങ്ങളിലൊക്കെ അടക്കം ഇപ്പോൾ നമ്മളുടെ എല്ലാ തൊഴിലാളികളിൽ ഇപ്പോൾ തന്നെ നമുക്ക് ഈ കഴിഞ്ഞ പീരീഡിലൊക്കെ കാണുമ്പോൾ അസംഘടിത മേഖലയിലെ തൊഴിലാളികളാണ് കൂടുതലായി സമരങ്ങളിലേക്ക്, വ്യാപകമായ സമരങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. അപ്പോൾ ആ തൊഴിലാളികൾ ഇതിൻ്റെ ഈ ഭാഗമായിട്ട് അതൊരു ജനങ്ങളുടെ ഉത്സവം പോലെയാണ് നമ്മൾ ആ കർഷക സമരം നടന്നത്. അപ്പോൾ അത് വലിയ തോതിൽ തൊഴിലാളി സ്ത്രീകൾ കുടുംബപരമായിട്ടോടെ തന്നെ വരികയും ട്രാക്ടറുകളിലൊക്കെ കയറി വരികയും അങ്ങനെ തൊഴിലാളി സംഘടനകൾ വളരെ ബോധപൂർവമായിട്ട് അവിടെ ദിവസങ്ങളോളം വന്ന് നിൽക്കാൻ പറ്റിയില്ലെങ്കിൽ ഒരാഴ്ചയടക്കം അങ്ങനെ വന്ന് അങ്ങനെ ബാച്ചായിട്ട് വരികയും അപ്പോൾ അങ്ങനെ ഒരു പങ്കാളിത്തവും കൂടിയുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സ്ത്രീകൾ ജനറലി വരികയും പിന്നെ അതിൻ്റെ ഒരു ക്രിട്ടിക്കലായിട്ട്, അതായത് ചർച്ചകളിൽ പങ്കെടുക്കാൻ പോകുന്നതിലും നേതൃത്വപരമായ ഇതിലും അത് ഏറ്റവും പോസിറ്റീവായ ഒരു കാര്യം എന്ന് പറയുന്നത് കർഷക SKMൻ്റെ അടക്കം നേതൃത്വം ഇത് ചെയ്യേണ്ട ഒരു കാര്യമാണ് എന്ന് ഉള്ള ഒരു ബോധത്തിലേക്ക് വന്ന് അങ്ങനെ സ്ത്രീകളുടെ ഒരു ദിവസം സ്ത്രീകൾ സ്റ്റേജ് മാനേജ് ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ താഴെ തട്ടിലടക്കം കഴിഞ്ഞിട്ടുണ്ട്.
ഹരിയാനയിൽ അതൊരു മൂവ്മെൻ്റായി. അല്ലെങ്കിൽ ഈ മൂടുപടം, ഈ ഘുങ്കട്ട് മാറ്റിയിട്ട് ഈ ടോൾ ഗേറ്റുകളിലടക്കം പ്രസംഗിക്കുന്നത് പോലെയെല്ലാം സ്ത്രീകൾ വരുന്നതും, അതുവരെ ഒരിക്കലും പ്രസംഗിക്കാത്ത അല്ലെങ്കിൽ അങ്ങനെ വില്ലേജിൽ കുടുംബത്തിലിരിക്കുന്നവരടക്കം വരുന്ന ഒരു പ്രവണത ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതൊക്കെ നമുക്ക് വേണ്ട രീതിയിൽ പിന്നീട് അതിനൊരു അഡ്വാൻസ്ഡ് അതൊരു കൺസോളിഡേറ്റ് ചെയ്യാനും മുമ്പോട്ട് കൊണ്ടുപോകാനും വേണ്ട രീതിയിൽ ഇവരുടെ പങ്കാളിത്തം അടക്കം, അല്ലെങ്കിൽ അവരുടെ കർഷകരെന്നുള്ളതിലുള്ള റൈറ്റ്സ്, അതൊക്കെ വേണ്ട രീതിയിൽ ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട് ഇനിയുള്ള ദിവസങ്ങളിലും. ഇന്ത്യ മുന്നണിയുടെ ഫോർമേഷൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രീയമായിട്ട് നമ്മൾ പ്രതീക്ഷയോടെ കാണുന്ന ഒന്നാണ്. പ്രാദേശിക പ്രാതിനിധ്യങ്ങൾ വരുന്നുണ്ട്, കൃത്യമായ പൊസിഷനിങ്, പ്രതിപക്ഷം എന്നുള്ള രീതിയിലുള്ള പൊസിഷനിങ് എടുക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴും അവർ തമ്മിൽ സംസ്ഥാനങ്ങളിലുള്ള ഒരു കോൺഫ്ലിക്റ്റുകളും നിലനിൽക്കുന്നുണ്ട്. ദേശീയ രാഷ്ട്രീയം പറയാനുള്ള എങ്ങനെ പരസ്പരം മത്സരിക്കുമ്പോൾ ദേശീയ രാഷ്ട്രീയം പറയാനായിട്ട് പറ്റാത്തതിൻ്റെ ഒരു പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടി ഉണ്ട്. പ്രാദേശിക വിഷയങ്ങൾ മാത്രം ചർച്ചയാവുന്നതിൻ്റെ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇന്ത്യ മുന്നണിയുടെ ഒരു ഭാവി, ഈ ഒരു പ്രതിപക്ഷ ഐക്യത്തിൻ്റെ ഇതിൻ്റെ ഒരു പ്ലൂരൽ സ്വഭാവത്തോടു കൂടി തന്നെ അതിനെ എങ്ങനെയാണ് പ്രതീക്ഷയോടെ കാണുന്നത്? ഒന്ന്, ഈ ഇന്ത്യയുടെ ഭരണഘടനയും അതുപോലെ തന്നെ ഭരണഘടനാ മൂല്യങ്ങളും സംസ്ഥാനങ്ങളുടെ ഫെഡറൽ ക്യാരക്ടർ, അതേപോലുള്ള പല വിഷയങ്ങളും കൂടി ചേർന്നതുകൊണ്ടാണ്. അതുപോലെയുള്ള ഈ കരിനിയമങ്ങൾ, ഇവരെ അടക്കം ജയിലിലടച്ച് വർഷങ്ങളോളം നിങ്ങളെ ചാർജ് ഷീറ്റ് പോലും കൊടുക്കാതെ ജയിലിലടയ്ക്കാൻ പറ്റുന്ന നിയമങ്ങൾ ഇന്ത്യയിൽ നിലനിൽക്കുന്നു. അപ്പോൾ അതിനെക്കുറിച്ചെല്ലാം ചോദ്യം ചെയ്യുകയും ഇതെല്ലാം മാറ്റേണ്ടതാണ് എന്ന്, അത് ഭരണത്തിലിരുന്ന കാലത്ത് പോലും ചിന്തിക്കാതിരുന്നവരെ ഇപ്പോൾ അത് നമുക്കെതിരെ ഉപയോഗിക്കാമെന്നുള്ള ബോധ്യത്തിൽ അത് വരുന്നു. അപ്പം അങ്ങനെ ഉള്ള ഒരു നിർബന്ധിക്കപ്പെടുന്ന അങ്ങനെയുള്ള വിവിധങ്ങളായ അത് ബേസിക് ആയിട്ടുള്ള ഒരു യോജിപ്പിൻ്റെ പോയിന്റ്, ഒന്ന് സെക്കുലറായി നിൽക്കുക, അതുപോലുള്ള ഈ ഫെഡറലായിട്ടുള്ള സ്വഭാവം, ഇങ്ങനെയുള്ള കരിനിയമങ്ങൾക്കെതിരായി ജനാധിപത്യ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, പ്രസ് ഫ്രീഡം, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഉള്ളൊരു പൊതു യോജിപ്പാണ് ആ ഇന്ത്യ മുന്നണിയുടെ ഒരു ബേസ്. അതേസമയം ആ ഒരു വിഷയങ്ങളിൽ മാത്രം നിന്നുകൊണ്ട് ഇതൊരു വർഗ വിഭജനമുള്ള ഒരു സൊസൈറ്റിയിൽ അങ്ങനത്തെ ഉള്ള ഒരു വർഗ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഭരണകൂടങ്ങളും സംസ്കാരങ്ങളുമാണ് വരുന്നത്. അപ്പോൾ ഇതുകൊണ്ട് മാത്രമായിട്ട് അതിന് നിലനിൽക്കാൻ പോവില്ല. ഈ ഇന്ത്യ മുന്നണിയുടെ ഫോർമേഷനിൽ നമ്മൾ ഈ വൈരുദ്ധ്യങ്ങളെല്ലാം ഉണ്ട് എന്നറിയുന്ന ആളുകൾ തന്നെയാണ്. അത് വളരെ കൃത്യം ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷം എടുത്ത നിലപാട്, പ്രത്യേകിച്ച് CPIM എടുത്ത നിലപാട്, ഇത് അതിൻ്റെ എങ്ങനെയായിരിക്കും ആ മുന്നണിയുടെ സ്വഭാവം, എങ്ങനെയായിരിക്കും തെരഞ്ഞെടുപ്പിലെ സീറ്റ് വിഭജനം എന്നുള്ളതെല്ലാം അതാത് സംസ്ഥാനങ്ങളിലെ പ്രത്യേക സാഹചര്യങ്ങൾക്കനുസരിച്ച് തീരുമാനിക്കപ്പെടേണ്ടതാണ്. അത് അഖിലേന്ത്യാ തരത്തിലുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ തീരുമാനിക്കാൻ പറ്റുന്നതല്ല എന്നുള്ള നിലപാടാണ് ജനങ്ങൾ പൊതുവെ അംഗീകരിക്കപ്പെട്ടതുമാണ്. ആ ഒരു ധാരണയുടെ അടിസ്ഥാനത്തിലാണ് പോകുന്നത്. അപ്പോൾ കോൺഫ്ലിക്റ്റുകളെല്ലാം ഉണ്ടെങ്കിൽ അടിസ്ഥാനപരമായി ഒരു കാര്യത്തിൽ അവർ യോജിപ്പുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഭാവിയിലേക്ക് ഞാൻ കാണുന്നത്, ആ ഭാവിയിലേക്ക് വരുമ്പോൾ ഈ അടിസ്ഥാനപരമായ പ്രശ്നങ്ങളിലെയാണ് ആ കോൺഫ്ലിക്റ്റുകൾ നമ്മൾ പ്രസിപ്പിറ്റേറ്റ് ചെയ്യുക. അവിടെയാണ് നമ്മൾ ഏതാണ് വലതുപക്ഷം അല്ലെങ്കിൽ ഏതാണ് ഈ പറയുന്ന എക്സ്ട്രീം റൈറ്റ്, BJP പ്രതിനിധാനം ചെയ്യുന്ന ഈ വളരെ എണ്ണത്തിൽ കുറഞ്ഞ കോർപ്പറേറ്റുകളുടെ വേണ്ടിയിട്ടുള്ള ഭരണം, അതാണ് അവിടെ ഉള്ളൊരു ഒന്ന് ഈ വലതുപക്ഷ RSSൻ്റെ ഹിന്ദുത്വ അല്ലെങ്കിൽ വർഗീയ അജണ്ടയും, ആ അജണ്ടയെ സ്പോൺസർ ചെയ്യുന്ന ആ കുത്തക മുതലാളിത്തം എന്ന് പറയുമ്പോൾ അതിൽ വളരെ ചുരുങ്ങിയ ഏതാനും കമ്പനികളുടെ അല്ലെങ്കിൽ കോർപ്പറേറ്റുകളുടെ കയ്യിലാണത്. അപ്പോൾ അവരാണ് മോസ്റ്റ് ഫേവേർഡ് ആയിട്ടുള്ള. അംബാനി അദാനി മാത്രമല്ല, ടാറ്റയൊക്കെ ഇപ്പം ഇവിടെ നാഗ്പൂർ പോയി അവിടെ കണ്ടതിന് ശേഷമാണ് എയർ ഇന്ത്യ കയ്യിൽ കിട്ടിയത്. അപ്പോൾ ആ ഒരു 10-15 കോർപ്പറേറ്റുകളുടെ കയ്യിലേക്ക് പോകുന്ന, അപ്പോൾ ആ ഒരു പോളിസികളിലേക്കുള്ള ഡിബേറ്റിലേക്കാണ് അടുത്ത ഘട്ടത്തിലേക്ക് അത് വരിക. അതിനകത്ത് ഈ പറയുന്ന അത് വരുമ്പോഴാണ് ഈ ജനങ്ങളുടെ പ്രക്ഷോഭങ്ങളും അവിടെ പ്രസക്തമാകുന്നത്. ഇപ്പം ജനങ്ങളുടെ ഒരു നേതൃത്വപരമായ പങ്ക് അല്ലെങ്കിൽ അധ്വാനിക്കുന്ന ഈ ഭൂരിപക്ഷം വരുന്ന ജനങ്ങളുടെ അജണ്ട അവിടെ ചർച്ച ചെയ്യപ്പെടുകയും അതല്ല ഈ കോർപ്പറേറ്റുകളുടെ അജണ്ട, അത് തമ്മിലുള്ള വൈരുദ്ധ്യത്തിലാണ് അവിടെ ക്ലിഞ്ച് ചെയ്യപ്പെടുകയും ആ ഇന്ത്യ മുന്നണി അതിനെ റീഅലൈൻ ചെയ്യാനും പോകുന്നത്. ഇനി ഈ ഇന്ത്യ മുന്നണിയോ അതോ അല്ലെങ്കിൽ എനി അതർ ഓൾട്ടർനേറ്റീവ് കോalition ഈ BJPക്ക് എതിരായി വരുന്നത്. ഇപ്പോൾ കാണുന്ന ഈ ഒരു പ്രവണത ഉണ്ടല്ലോ, ഇൻഡിവിജ്വൽസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഗ്രൂപ്പ് മാറുന്നത് അധികവും BJPയിലേക്ക് ഒഴുകി പോവുകയും ചെയ്യുന്നത്. അതുകൊണ്ട് അവർക്കതൊരു വിഷയമേ അല്ലാത്തത് കൊണ്ടാണ് അവരുടെ ഒരു സാമ്പത്തിക അല്ലെങ്കിൽ താല്പര്യങ്ങൾ MP-മാരും വ്യക്തികളെന്നുള്ള നിലയിലും അതൊക്കെ ഒരു ഈ
എന്താ പറയുക, ലോക്കൽ റീജിയണൽ ബൂർഷാസി എന്ന് പറയാൻ പറ്റില്ല, അവരുടെ എല്ലാം റെപ്രസെൻറ്റേറ്റീവായിട്ടും ലോക്കൽ ആയിട്ടുള്ള ഗുണ്ടകളും അല്ലെങ്കിൽ എന്താ പറയുക സാമ്രാജ്യങ്ങൾ സ്ഥാപിച്ചിരിക്കുന്ന ബ്രിജ്ഭൂഷണെ പോലുള്ളവർ, അജയ് മിശ്ര തേനിയെ പോലുള്ള അങ്ങനെയുള്ള ആളുകളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് അവരുടെ ഒരു ക്ലൗട്ടും ഒക്കെ കൊണ്ട്. അപ്പോൾ ആ ഒരു ഒഴുക്കും എല്ലാം അതും ഇത് ചെയ്തിട്ട് ഇത് ക്ലിഞ്ച് ചെയ്യപ്പെടുന്നത് ഈ യഥാർത്ഥത്തിലുള്ള ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നിലപാടുകൾ എവിടെയാണ് നിങ്ങൾ നിൽക്കുന്നത് എന്നുള്ളതിലായിരിക്കും. അതിലേക്ക് വരണമെങ്കിൽ ഇനി കുറെ കൂടി അപ്പോഴന്നെയാണ് എൻ്റെ സംശയം വരുന്നത്. കാരണം അങ്ങനെ പ്രസിപ്പിറ്റേറ്റ് ചെയ്ത് വരുമ്പോൾ ആരെങ്കിലും അവശേഷിക്കുമോ എന്നുള്ളൊരു ചോദ്യം സ്വാഭാവികമായിട്ട്. കാരണം ഈ കോർപ്പറേറ്റ് നെക്സസ് ഈ പ്രാദേശിക ഭരണകൂടങ്ങൾക്ക് മുഴുവനും എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഇപ്പോൾ നമ്മൾ പറയാറുണ്ട് ലെഫ്റ്റ് ഒരു കാലത്തും BJPയുടെ ഒരു സഖ്യകക്ഷിയായിട്ടിരുന്നിട്ടില്ല എന്ന് പറയുന്നത് സത്യമാണ്, അതിനകത്ത് തർക്കമില്ല. ഒരിക്കലും വർഗീയ രാഷ്ട്രീയത്തിൻ്റെ പക്ഷത്തേക്ക് ഇടതുപക്ഷം മാറില്ല എന്നുള്ളതിനകത്ത് തർക്കമൊന്നുമില്ല. പക്ഷേ ഈ കോർപ്പറേറ്റ് നെക്സസിൻ്റെ കാര്യം വരുന്ന സമയത്ത് അവിടെ വലിയ അഭിപ്രായ വ്യത്യാസങ്ങൾ കാണുന്നില്ല. അത് കോൺഗ്രസ് ആയാലും ഏത് പ്രാദേശിക പാർട്ടികളാണെങ്കിലും ഈവൻ ലെഫ്റ്റിനും അങ്ങനെ ഒരു പൊസിഷൻ എടുത്തത്. കാരണം ഇടതുപക്ഷ രാഷ്ട്രീയത്തിനും ആ പറയുന്ന മാറ്റം സംഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ആര് പ്രതിപക്ഷത്ത് ഈ ഒരു അർത്ഥത്തിൽ കോർപ്പറേറ്റ് ബാന്ധവം എന്ന് വെച്ചിട്ട് നമ്മളൊരു അജണ്ട മുന്നോട്ട് വയ്ക്കുമ്പോൾ ഇതിനകത്ത് ആരവശേഷിക്കും എന്നുള്ള പൊളിറ്റിക്കൽ ചോദ്യം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇതിന് ഇപ്പോൾ നിലവിലുള്ള ഭരണകൂടത്തിന് അല്ലെങ്കിൽ ഭരണത്തിൻ്റെ നയങ്ങൾക്ക് ഒരു ഓൾട്ടർനേറ്റീവ്, ഒരു ലെഫ്റ്റ് ഓൾട്ടർനേറ്റീവ് മാത്രമേ ഇന്ത്യയിൽ സാധ്യമാവുള്ളൂ ഒരു ലോങ് ടേമിലേക്ക്. അതിലേക്ക് അവിടെ എത്തുന്നത് ഈ പറയുന്ന ഇപ്പോൾ വലിയ ഈ കർഷക സമരങ്ങൾ അടക്കം ഉള്ള ആ സമരങ്ങളടക്കം കൊണ്ടുവന്നിട്ടുള്ള ഒരു നെറേറ്റീവിൻ്റെ ഭാഗമായിട്ടാണ്. ഇപ്പോൾ ഈ 91 ശേഷമുള്ള നമ്മുടെ ഇന്ത്യയിലെ ഈ തെരഞ്ഞെടുപ്പുകളുടെ ചരിത്രം നോക്കിയാൽ തന്നെ, അല്ലെങ്കിൽ വന്നിട്ടുള്ള സർക്കാരുകളുടെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഈ പ്രക്ഷോഭങ്ങളെ കൂടി ചേർത്ത് വെച്ചിട്ട് നമ്മളതിനെ കാണാറില്ല. അങ്ങനെയുള്ള ഒരു വിശകലനം ഈ ഇന്ത്യയിലെ നവലിബറൽ വിരുദ്ധ സമരങ്ങളുമായിട്ട് തെരഞ്ഞെടുപ്പുകളുടെ റിസൾട്ടിനെ ചേർത്ത് വെച്ച് നോക്കിയാൽ നമുക്ക് വളരെ കൃത്യമായിട്ടും അത് കാണാൻ കഴിയും. അവിടെ ജനങ്ങളും ജനങ്ങളുടെ പ്രക്ഷോഭങ്ങളും എല്ലാ തെരഞ്ഞെടുപ്പിലും നിർണായക ശക്തിയായി വന്നിട്ടുണ്ട്. അങ്ങനെയാണ് 96 ഗവൺമെൻറ് വരുന്നതും അതേപോലെ തന്നെ അതിനുശേഷം ഈ UPA ഗവൺമെൻറ് അടക്കം വന്നിട്ടുള്ളതും. ഈ ഓൾട്ടർനേറ്റീവ് ഗവൺമെൻറ്റുകൾ പല ഘടകങ്ങളും ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും പോളിസി അവിടെ ഘടകങ്ങളായിട്ട് വന്നിട്ടുള്ളത്. ഇപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് ആയിരുന്നു 2004 ഈ പറയുന്ന ഈ കുത്തകളുടെ ഫേവറിറ്റ് പാർട്ടി. അവരുടെ മെയിൻ ആയിട്ടുള്ള റെപ്രസെൻറ്റേറ്റീവ് അത് ആ പാർട്ടിയായിരുന്നു. എന്നാൽ പോലും ആ 2004 ഇടതുപക്ഷത്തിൻ്റെ പിന്തുണ ഉള്ളതുകൊണ്ടാണ് ഈ പറയുന്ന തൊഴിലുറപ്പും അതുപോലുള്ള നയങ്ങളെല്ലാം വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു നരേറ്റീവിൽ നമ്മൾ ഈ പ്രോസസ്സിനെ നമ്മൾ തെരഞ്ഞെടുപ്പിൻ്റെ പ്രക്രിയയെ നമ്മൾ കാണുന്നത് ജനങ്ങളുടെ പ്രക്ഷോഭങ്ങളും ജനങ്ങളുടെ അല്ലെങ്കിൽ ബഹുജന അല്ലെങ്കിൽ തൊഴിലാളി കർഷക അടക്കമുള്ള വിവിധ അധ്വാനിക്കുന്ന വിഭാഗങ്ങളുടെ അടക്കം പ്രക്ഷോഭങ്ങളുമായിട്ട് ചേർത്ത് വെച്ചിട്ട് നമ്മൾ വിശകലനം ചെയ്യാറില്ല പൊതുവെ. അതിൻ്റെ ഒരു സ്വാധീനത്തെ നമ്മൾ ഇത് നമ്മളെപ്പോഴും ഈ പറയുന്ന ഇലക്ഷനിൽ കാസ്റ്റ് ഇക്വേഷനിലും അല്ലെങ്കിൽ ഇന്ന കാസ്റ്റ് എത്ര ശതമാനമാണുള്ളതിൻ്റെ കണക്കിലാണ് വരുന്നത്. അതൊരു നിർണായക ഘടകം തന്നെയാണ്, അതിനെ നെഗേറ്റ് ചെയ്തല്ല പറയുന്നത്. പക്ഷെ അതിലപ്പുറത്ത് ഈ പോളിസികൾക്കെതിരായിട്ട് പ്രഖ്യാപിക്കാൻ വേണ്ടി പൊളിറ്റിക്കൽ പാർട്ടികളെ നിർബന്ധിക്കുന്ന അതാണ് യഥാർത്ഥത്തിലുള്ള ജനങ്ങളുടെ ഓൾട്ടർനേറ്റീവായി പ്രതിപക്ഷമായിട്ട് വരുന്നത്. അവിടെയാണ് ഈ പല പാർട്ടികളും ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിൻ്റെ ആം ആദ്മി പാർട്ടി ഈ കർഷക നിയമങ്ങൾക്ക് അനുകൂലമായി വോട്ട് ചെയ്തവരാണ്. ഇപ്പോൾ അവരുടെ പ്രഖ്യാപനത്തിൽ കർഷക നിയമങ്ങൾക്കെതിരെ MSPക്ക് വേണ്ടിയിട്ടും വർത്താനം പറയുന്നുണ്ട്. അതേപോലെ തന്നെയാണ് കോൺഗ്രസിൻ്റെ സ്ഥിതി. ഈ പറയുന്ന ഇതൊരു വലിയ വിഷയമായി വരികയും വലിയ കർഷക സമരം ഉയർന്നു വരികയും ചെയ്തപ്പോഴാണ് രാഹുൽ ഗാന്ധി ട്രാക്ടറിൽ കാണാൻ വേണ്ടി പോയത്. രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ ഈ പറയുന്ന അല്ലെങ്കിൽ ഇന്നത്തെ കോൺഗ്രസിൻ്റെ മാനിഫെസ്റ്റോയിൽ പറയുന്ന MSP കൊടുക്കാം. സ്വാമിനാഥൻ കമ്മീഷനെ നിയമിച്ചത് UPA ഗവൺമെൻറ്റാണ്. സ്വാമിനാഥൻ കമ്മീഷൻ്റെ റിപ്പോർട്ട് കൊടുത്തത് UPA ഗവൺമെൻറ്റിനാണ്. അവിടെ ഭരണത്തിലിരിക്കുമ്പോൾ ഈ കർഷക ആത്മഹത്യയുടെ ഒരു പശ്ചാത്തലത്തിൽ 2004 ശേഷം ഈ കടാശ്വാസ നിയമം അടക്കം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നിർബന്ധിക്കപ്പെടുമ്പോൾ ഈ പറയുന്ന MSP ആണല്ലോ അതിൻ്റെ പരിഹാരം. കടാശ്വാസം കൊടുത്തുകൊണ്ട് നിലനിൽക്കാൻ പറ്റില്ല എന്ന് കാണുകയും അങ്ങനെ ഒരു ലോങ് ടേമായി ഈ ജനങ്ങൾക്ക് അവർക്ക് ഈ പറയുന്ന ഇവർ തന്നെ പറയുന്ന ഈ രേവടി അല്ലെങ്കിൽ ഈ ആശ്വാസം കൊടുക്കുക എന്നുള്ളതല്ല, അവരുടെ അടിസ്ഥാനപരമായിട്ട് മിനിമം സപ്പോർട്ട് പ്രൈസ് കൊടുക്കുക എന്നുള്ള നിർമ്മാണം കൊണ്ടുവരാനും അതിന് വേണ്ട പ്രൊവിഷൻസ് കൊണ്ടുവരാനും തയ്യാറാകാത്തവരാണ് ഇപ്പോഴത് വാഗ്ദാനം ചെയ്യാൻ നിർബന്ധിക്കപ്പെടുന്നത്.
അത് ഈ കോർപ്പറേറ്റ് താല്പര്യത്തിന് വിരുദ്ധമാണ്. കോർപ്പറേറ്റ് താല്പര്യത്തിന് വിരുദ്ധമായിട്ടാണെങ്കിൽ ഇത് പ്രഖ്യാപിക്കേണ്ട ഒരു സാഹചര്യം ഇവിടെ ഈ നാട്ടിലെ തൊഴിലാളികളും കർഷകരും കൂടി സമരം ചെയ്ത് ഉണ്ടാക്കിയിട്ടുള്ളതുകൊണ്ടാണ്. അതുകൊണ്ടാണ് മോദിക്കടക്കം അത് പറയേണ്ടി വരുന്നത്. അതുകൊണ്ട് ആണ് ഈ പറയുന്ന തൊഴിലുറപ്പിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് അവർക്ക് കഴിയാതിരുന്നത്. അതുകൊണ്ടാണ് ഈ ലേബർ കോഡ് പാസ്സാകുമ്പോൾ ലോക്സഭയിൽ വോട്ട് ചെയ്യാൻ വേണ്ടി പോലും ഇടതുപക്ഷത്തെ തയ്യാറായില്ല. വളരെ ന്യൂനപക്ഷമായില്ല ആയതുകൊണ്ട് അവർക്ക് വോട്ടിങ്ങിന് വേണ്ടിയിട്ട് ഡിവിഷൻ പോലും ശബ്ദം കൊണ്ട് ഇതാക്കി അതിന് മൂവ് ചെയ്യാൻ വേണ്ടി പോലും അനുവദിക്കാത്ത സ്ഥിതിയായിരുന്നു. രാജ്യസഭയിൽ 8 പേരാണ് ഇവിടെ വോട്ട് ചെയ്തത് ലേബർ കോഡുകൾക്ക് എതിരായി. ഈ ഒരു സ്ഥിതിയിൽ ഇപ്പം ഈ തൊഴിലുറപ്പ് കൂലി 400 രൂപയാക്കാം എന്നും അല്ലെങ്കിൽ തൊഴിലിനു വേണ്ടി അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാം എന്നൊക്കെ പറയാൻ വേണ്ടി നിർബന്ധിക്കുകയാണ്. അത് ആ പോളിസിയിൽ നിന്ന് അവരെ മാറ്റാൻ വേണ്ടിയിട്ടുള്ള ബഹുജനങ്ങളുടെ ശക്തിയാണത് കാണിക്കുന്നത്. അൾട്ടിമേറ്റ്ലി ഈ ജനാധിപത്യ സിസ്റ്റത്തിൽ ഈ തെരഞ്ഞെടുപ്പ് എല്ലാ ലിമിറ്റേഷനും ഉണ്ടാകുമ്പോൾ പോലും അതിൻ്റെ ഒരു ശക്തിയാണ് കാണുന്നത്. ഇപ്പോൾ ബഹുജനങ്ങളുടെ വൻതോതിലുള്ള സമരങ്ങൾ കൂടി വരുന്നത്. അപ്പോൾ അത് മാത്രമാണ് ഒരു ഓൾട്ടർനേറ്റീവ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് അതാണ് ലെഫ്റ്റ്. ഇടതുപക്ഷ ഓൾട്ടർനേറ്റീവ് എന്ന് പറയുമ്പോൾ ഇടതുപക്ഷം എന്ന് പറയുമ്പോൾ ഒരു 6, 7, 8 ഇടതുപക്ഷ പാർട്ടികളല്ല ഇടതുപക്ഷം എന്ന് പറയുന്നത്. ഇടതുപക്ഷം എന്ന് പറയുന്നത് ഈ ജനങ്ങളുടെ വർഗ പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അല്ലെങ്കിൽ വിവേചനങ്ങൾക്കെതിരായിട്ടുള്ള സമരങ്ങളടക്കം ചേരുന്ന ഒരു വലിയ ജനമുന്നണിയെയാണ് ഈ ഇടതുപക്ഷം എന്നുള്ളതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഇടതുപക്ഷം മുന്നോട്ട് വയ്ക്കുന്ന അജണ്ടകളാണ് ഇനി ഈ പറയുന്ന വലതുപക്ഷത്തിന് വേണ്ടിയുള്ള ബദലായി വരുന്നത്. അപ്പോൾ അതിൽ നിലപാടെടുക്കുന്നവരെ ഞങ്ങൾ അംഗീകരിക്കൂ എന്ന് വരുന്നത് കൊണ്ടാണ് അവർക്ക് വേണ്ടിയിട്ട് അത് പറയേണ്ടി വരുന്നത്. അതുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോകളിൽ ഇത് വരേണ്ടി വരുന്നത്. ഇപ്പോൾ അംഗൻവാടി ആശ ഈ തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോകളിൽ എങ്ങനെയാണത് വന്നത്? നമുക്ക് എല്ലാം ഓർമ്മയിൽ 2004 മുമ്പ് ഈ പറയുന്ന ഇത് ആരാണ്, നമ്മൾ രാജീവ് ഗാന്ധി പ്രധാനമന്ത്രി ആയിരിക്കുമ്പോൾ സമരമായിട്ട് ചെന്ന് മൊറണ്ടം കൊടുക്കുമ്പോൾ അംഗൻവാടാ ക്യാ ഹേ എന്നാണ് അദ്ദേഹം ചോദിച്ചത്. അവർക്ക് എന്താണ് ഇത് എന്ന് പോലും അറിയാതെയാണ് ഒരു ഡെലിഗേഷനെ കാണാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അവിടെ നിന്ന് മാറിയിട്ട് ഇന്ന് തെരഞ്ഞെടുപ്പിൽ മാനിഫെസ്റ്റോകളിൽ ഇത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ബേസിക് റൈറ്റ് ടു ഫുഡും റൈറ്റ് ടു എഡ്യൂക്കേഷനും കൊടുക്കുന്ന ഒരു സ്കീമാണെന്നും അതിന് സ്റ്റാറ്റ്യൂട്ടറി സ്വഭാവം ഉണ്ടെന്നും അതിൽ പണിയെടുക്കുന്നവർക്ക് ശമ്പളം കൂട്ടി കൊടുക്കണം എന്നുമുള്ളത് ബോധത്തിലേക്ക് വരിക. അത് മാനിഫെസ്റ്റോകളിൽ അത് റിഫ്ലക്റ്റ് ചെയ്യേണ്ടി വരുന്നത് അത് കഴിഞ്ഞ 30 വർഷമായിട്ട് നടത്തിയിട്ടുള്ള നിരന്തരമായ സമരങ്ങളാണ്. അത് ദിവസം എന്നുള്ളതുപോലെ വളരെ വിസിബിളായിട്ടുള്ള നിരന്തരമായ സമരങ്ങളുടെ ഭാഗമായിട്ടാണ് ഇത് വരുന്നത്. അപ്പോൾ അങ്ങനെ ഓരോ അജണ്ടകളും അതാണ് ഇനിയുള്ള ഈ പറയുന്ന കുത്തകൾക്ക് വേണ്ടിയുള്ള ഭരണത്തിന് ഓൾട്ടർനേറ്റീവായിട്ട് വരാൻ പോകുന്നത്. അപ്പോൾ അവിടെ നിലപാടെടുക്കുകയും ഇതിനു വേണ്ടി നിൽക്കുകയും ചെയ്യാൻ നിർബന്ധിക്കപ്പെടുന്നവരായാലും അതാണ് ഇപ്പം ഉള്ള നിലവിലുള്ള പൊളിറ്റിക്കൽ ഫോർമേഷനിലുള്ള സാധ്യത. അതിനെങ്കിലും വരുന്നുണ്ടല്ലോ, വരാൻ തയ്യാറാകുന്നു. അപ്പോൾ അത് മിനിമമെങ്കിലും അവർ പറയാൻ വരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അത് ഒരു ഓൾട്ടർനേറ്റീവിലേക്ക് വരേണ്ടി വരും. അവിടെ നിന്ന് വ്യതിചലിക്കുമ്പോഴാണ് പിന്നീടും പ്രക്ഷോഭങ്ങൾ ഉയർന്നു വരികയും അത് ഒരു പൊളിറ്റിക്കൽ ഫോർമേഷനിലേക്ക് അല്ലെങ്കിൽ വിജയത്തിലേക്ക് വരുന്നതും വരെയുള്ള കണ്ടിന്യൂസ് ആയ സമരങ്ങളാണ് നടക്കാൻ പോകുന്നത്. അതാണ് ഈ സമരങ്ങളെക്കുറിച്ച് പറയുമ്പോഴേ നമുക്കിപ്പോൾ കർഷക സമരത്തിനെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കിയൊക്കെ ചരിത്രത്തിലെ സമരമായിട്ട് പറയേണ്ടി വരുന്നൊരു അവസ്ഥയുണ്ട്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സമരങ്ങൾ എന്ന് മറ്റേ നമ്മൾ പറയാറില്ലേ, എത്രയോ ജനകീയ സമരങ്ങൾ ഇന്ത്യയുടെ പല ഭാഗത്തും നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതിൽ നിന്ന് മാറിയിട്ട് നമുക്കിപ്പോൾ എടുത്ത് പറയാൻ പറ്റുന്ന ഒരു കർഷക സമരത്തിൻ്റെ ഉദാഹരണം മാത്രമേ ഉള്ളൂ. സർവകലാശാലകൾ നിശബ്ദമാണ്, അതുപോലെ ഭരണഘടനാ സ്ഥാപനങ്ങളെ മുഴുവൻ ഉള്ളിൽ നിന്ന് തകർക്കുന്ന രീതി. അപ്പം നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പലതരത്തിലുള്ള സ്ട്രാറ്റജികൾ ഉപയോഗിച്ചുകൊണ്ട് സമരങ്ങളെ ഇപ്പോൾ CA/NRCക്കെതിരെ ഒന്നാം NDA സർക്കാരിൻ്റെ കാലത്ത് നടന്ന സമരമാണ് കർഷക സമരം മാറ്റി നിർത്തിയാൽ നടന്നിട്ടുള്ളൊരു വലിയ സമരം എന്ന് പറയുന്നത്. ഇനി അത്തരത്തിലുള്ള സമരങ്ങൾ സാധ്യമാവുമോ എന്നുള്ളത്, ഇപ്പോൾ കർഷക സമരത്തിൻ്റെ ഉദാഹരണം പറയുമ്പോൾ പോലും മറ്റ് മേഖലകളിൽ നിന്നുള്ള ബഹുജന സമരങ്ങൾ, വിദ്യാർത്ഥി സമരങ്ങൾ, യുവാക്കളുടെ സമരങ്ങൾ, രാഷ്ട്രീയ പാർട്ടികളുടെ പോലും സമരങ്ങൾ, അതിനുള്ളൊരു പോസിബിലിറ്റി എത്രത്തോളം ഉണ്ടെന്നാണ് തോന്നുന്നത്? ഇവിടെ ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് പറയാനുള്ളത് ഒന്ന് ഈ CA/NRC സമരം. ആ സമരം എങ്ങനെയാണ് അത് അവസാനിച്ചത്? ഒന്ന് കോവിഡ് വന്നതിന് മുമ്പ് തന്നെ ദില്ലിയിൽ നടന്നിട്ടുള്ള വർഗീയ കലാപം RSSൻ്റെ നേതൃത്വത്തിൽ UP നിന്നടക്കം വളരെ കൃത്യമായി പ്ലാൻഡ് ആയിട്ടുള്ള ആളുകൾ എത്തിയിട്ട് ചെയ്തതാണ്. അതിൽ പെടുത്തിയിട്ട് ഇടതുപക്ഷത്തെ അടക്കം
ഐസൊലേറ്റ് ചെയ്ത് ഇപ്പോൾ ഈ ജയിലിൽ അടക്കപ്പെട്ടിട്ടുള്ള പെൺകുട്ടികളടക്കമുള്ളവർ വളരെ കൃത്യമായി ടാർഗറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നവരാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു വലിയ ഗൂഢാലോചനയാണ്. അതിന് ശേഷം പിന്നെ കോവിഡ് വരികയും ആ കോവിഡിൻ്റെ കാലയളവിലാണ് ഈ അറസ്റ്റുകളൊക്കെ നടന്നിട്ടുള്ളത്. അതിനെ തടഞ്ഞത് ഈ പറഞ്ഞ ഉയർന്നു വന്നിട്ടുള്ള വർഗസമരങ്ങളാണ്, കർഷകരുടെയും തൊഴിലാളികളുടെയും നേതൃത്വത്തിൽ. ഇപ്പം നമ്മൾ ഇപ്പോൾ പറയുന്ന പോലെ കർഷക സമരത്തിൻ്റെ ഒരു ജനകീയ സ്വഭാവവും അതിൻ്റെ ഒരു വലിപ്പവും അതിൻ്റെ ഒരു ഈ എന്താ പറയുക അതിൻ്റെ ഒരു സ്വഭാവം, അതിൻ്റെ ഒരു ബഹുജന സപ്പോർട്ടും അത് ജനങ്ങളുടെ അവർക്കെല്ലാവർക്കും ഇത് അന്നദാത എന്നുള്ളൊരു പ്രയോഗത്തിലേക്ക് ജനങ്ങളുടെ മുഴുവനും സിമ്പതി അത് വരികയും അങ്ങനെ ഒരു ജനങ്ങളുടെ സമരമായി അത് മാറി. അതേസമയം നമ്മൾ നിരവധിയായ സമരങ്ങൾ ആ കാലയളവിൽ അതിന് മുമ്പും ഈ കഴിഞ്ഞ 30 വർഷം എന്ന് പറയുന്നത് സമരങ്ങളുടെ തന്നെ ചരിത്രമാണ്. അതൊക്കെ അടയാളപ്പെടുത്തിപ്പെടുകയോ അതൊക്കെ പഠനവിധേയമാകുകയും ഇടതുപക്ഷത്തിൻ്റെ അടക്കം മുൻകൈയിൽ അതിനെ അനലൈസ് ചെയ്യുകയും ചെയ്യേണ്ടതുണ്ട്. ഈ കോവിഡ് കാലത്താണ് ഇന്നിപ്പം ഏറ്റവും ഒടുവിൽ ഈ മാർച്ചിൽ തെരഞ്ഞെടുപ്പ് ഡിക്ലെയർ ചെയ്യുന്നതിന് 2 ദിവസം മുമ്പാണ് നമ്മുടെ കൽക്കരി ഖനികളൊക്കെ അദാനിക്ക് കൊടുത്തത്. ഈ ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചതിന് ഇമ്മീഡിയറ്റ് ആയിട്ട് അതേപോലെ തന്നെ അത് കോൾ ഓപ്ഷന് വേണ്ടിയിട്ടും അത് പ്രൈവറ്റൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുമുള്ള ഒരു നിലപാട് വന്നു. അന്ന് 3 ദിവസത്തെ പണിമുടക്ക് ലോക്ക്ഡൗൺ ആണെന്ന് പറയാം. ഒരു നേതാക്കൾക്കും അവിടെ പോയിട്ടൊരു യൂണിയൻ്റെ മീറ്റിംഗ് പോലും വിളിക്കാൻ വേണ്ടിയിട്ട് യാത്ര ചെയ്യാൻ പോലും പറ്റാത്ത സമയത്താണ് വളരെ ലോക്കലി തന്നെ മൊബിലൈസ് ചെയ്ത് തൊഴിലാളികൾ തന്നെ നേതൃത്വമായി ഉയർന്നു വന്നിട്ട് 3 ദിവസത്തെ പണിമുടക്ക് നടത്തിയിട്ട് ആ സമരത്തിൽ അത് പിൻവലിക്കാൻ പോകേണ്ട സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴും അത് ആ അജണ്ട മുമ്പോട്ട് പോകാൻ വേണ്ടിയിട്ട് പ്രൈവറ്റൈസേഷൻ നടന്നിട്ടില്ല. വിശാഖപട്ടണത്ത് സ്റ്റീലിൻ്റെ സമരം ഇപ്പം 2 വർഷത്തിലധികമായിട്ട് ആ സമരം കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഈ സ്റ്റീലിൻ്റെ MD അത് പോയി അല്ലെങ്കിൽ വാങ്ങാൻ പോകുന്നയാൾ അവിടെ എയർപോർട്ടിൽ നിന്നിട്ട് ആ സ്റ്റീൽ പ്ലാന്റിലേക്ക് എത്താൻ വേണ്ടി പോലും സമ്മതിച്ചിട്ടില്ല സമരക്കാർ. അവിടെ നിന്ന് എയർപോർട്ടിൽ നിന്ന് തന്നെ തിരിച്ചു പോകേണ്ടി വരികയാണ്. ജാർഖണ്ഡിൽ അങ്ങനെ നടന്നിട്ടുണ്ട്, ജാർഖണ്ഡിലല്ല ഛത്തീസ്ഗഡിൽ. അപ്പോൾ ഇങ്ങനെ പൊതുമേഖല സ്വകാര്യവൽക്കരണം വളരെ വലിയ തോതിൽ നടപ്പാക്കാൻ അവർക്ക് കഴിയാതിരുന്നത് ഇതേപോലുള്ള പ്രക്ഷോഭങ്ങളുടെ ഭാഗമായിട്ടാണ്. അതുപോലെ തന്നെ അസംഘടിത മേഖലയിലെ തൊഴിലാളികളുടെ സോഷ്യൽ സെക്യൂരിറ്റി, കൺസ്ട്രക്ഷൻ വർക്കേഴ്സിൻ്റെയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ സമരത്തിലൂടി നേടിയിട്ടുള്ള ഒരു സോഷ്യൽ സെക്യൂരിറ്റി വെൽഫെയർ ബോർഡ്. അതിൽ കോടിക്കണക്കിന് രൂപയാണുള്ളത്. അത് മുഴുവനും സർക്കാരിൻ്റെ കയ്യിലേക്ക് ഈ പറയുന്ന കുത്തുകൾക്ക് കൊടുക്കാൻ വേണ്ടി വാങ്ങാനുള്ള ഒരു നീക്കമാണ് ഈ ലേബർ കോഡുകളിലൂടെ നടത്തിയത്. അതിലൊരു കോഡിൽ സോഷ്യൽ സെക്യൂരിറ്റി കോഡിൽ അതാണ് വരുന്നത്. അത് മുഴുവനും സെൻട്രലൈസ് ചെയ്യുകയും അത് മുഴുവൻ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗമാകുകയും ചെയ്യുക. അപ്പോൾ കേരളത്തിലടക്കമുള്ള ഈ ഏറ്റവും കൂടുതൽ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളുള്ള ഒരു സംസ്ഥാനമാണ്. എല്ലാ വിഭാഗത്തിലും തൊഴിലാളികൾക്കും 1000 രൂപയെങ്കിലും പെൻഷൻ കിട്ടുന്ന ഒരു വെൽഫെയർ ഫണ്ട് ഇവിടെയുണ്ട്. അപ്പോൾ ആ ഫണ്ടുകളെ മുഴുവൻ സംസ്ഥാന സർക്കാരുകളുടെ സംസ്ഥാനത്തിലുള്ള ഫണ്ടുകളെ അടക്കം സെൻട്രലൈസ് ചെയ്യുകയും അത് മുഴുവനും സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കയ്യിലേക്ക് പോവുകയും ചെയ്യാനുള്ളതായിരുന്നു ആദ്യത്തെ ഡ്രാഫ്റ്റ്. അതെല്ലാം വലിയ സമരങ്ങൾ കൂടി ആ ഡ്രാഫ്റ്റിനടക്കം മാറ്റം വരുത്താൻ വേണ്ടിയിട്ടും ഇപ്പോൾ സെസ് കളക്ഷൻ സെസ് അടക്കം ഇല്ലാതാക്കുന്ന നിയമങ്ങളാണ് അവർ കൊണ്ടുവന്നത്. അപ്പോൾ ഇതെല്ലാം വലിയ സമരങ്ങളിൽ കൂടി തന്നെയാണ് ഇതിനെല്ലാം തടയാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. അത് ഡെയിലി അതിൻ്റെ ഒരു വിസിബിലിറ്റിയുടെ ഒക്കെ അടക്കം പ്രശ്നമുണ്ട്. അപ്പോൾ ഇത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല. അപ്പോൾ ഈ ഒരു സമരങ്ങളുടെ എല്ലാം ഒരു അത് സമരം ചെയ്യാൻ അനുവദിച്ചിട്ടല്ല ഒരു കാലത്ത് ഒരിടത്ത് സമരം ഉണ്ടാക്കി. എല്ലാ സമരങ്ങളും പ്രത്യേകിച്ച് ഈ ഇതിനെയെല്ലാം അടിച്ചമർത്തപ്പെടുമുണ്ട്. ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിച്ച പ്രധാന പ്രശ്നം ഈ പറയുന്ന ചോദ്യത്തിൽ വിദ്യാർത്ഥികളുടെ സമരം, CAA സമരം, അല്ലെങ്കിൽ ബാക്കി അങ്ങനെയുള്ള ദളിതരുടെ അടക്കം സ്ത്രീകളുടെ അടക്കം ഇഷ്യൂസുമായിട്ട് വളരെയധികം സമരങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ആ സമരങ്ങളുടെ എല്ലാം വളരെ പ്രസക്തമായിട്ടുള്ള വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള സമരങ്ങളാണ്. അതേസമയം അവിടെ ഇതാണ് ഇനിയുള്ള കാലത്തിൻ്റെ സമരങ്ങൾ, ഇനിയുള്ള കാര്യം ഇതാണ്, ഈ വർഗസമര സിദ്ധാന്തമൊക്കെ കാലഹരണപ്പെട്ടു എന്നുള്ള ഒരു വലിയ പ്രചരണം അത് ഈ പറയുന്ന ഈ പോളിസിക്കാണ് സഹായിച്ചിട്ടുള്ളത്. അതായത് ലെഫ്റ്റ് ഈസ് നോ മോർ റെലവൻറ്റ് എന്ന് പറഞ്ഞ് സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം ഉപയോഗപ്പെട്ടിട്ടുള്ളത്. അതേസമയം ഈ ദളിതരുടെ സമരം, നിങ്ങൾ ആ ദളിത് പ്രശ്നങ്ങൾ ഉയർത്തിയിട്ടില്ല അല്ലെങ്കിൽ വേണ്ടത്ര അതിനെ അനലൈസ് ചെയ്തിട്ടില്ല എന്നൊക്കെ ലെഫ്റ്റിനെ ക്രിട്ടിക്കലായി പറയാം. ലെഫ്റ്റ് ക്യാൻ ബി സെൽഫ് ക്രിട്ടിക്കൽ. പക്ഷേ ലെഫ്റ്റിന് തന്നെയാണ് ഇപ്പോഴും ഈ ദളിതരുടെ പ്രശ്നത്തിലും ഒക്കെ റോഡിൽ മരിച്ചു വീഴുന്നത്.
ഞാൻ പറഞ്ഞു വന്നത് ഈ പറയുന്ന വർഗ അജണ്ടകൾ, അതായത് വർഗ പ്രശ്നങ്ങളെ ഉയർത്തിക്കൊണ്ടുള്ള സമരങ്ങൾക്കുള്ള ഏറ്റവും വലിയ ശക്തി, അതിന് നിങ്ങൾക്ക് ഈ പറയുന്ന മറ്റ് നരേറ്റീവുകൾ കൊണ്ട് അതിനെ തടയാൻ രാഷ്ട്രീയം കൊണ്ട് രാഷ്ട്രീയം മാത്രമല്ല, അതായത് CAA മൂവ്മെന്റ്, ആ CAA മൂവ്മെന്റിനെ നിങ്ങൾക്ക് ആൾക്കാരെ ഡിവൈഡ് ചെയ്യിപ്പിക്കാനും രണ്ട് ഒപ്പീനിയൻ ഉണ്ടാക്കാൻ വേണ്ടി പറ്റിയെങ്കിൽ തൊഴിലാളിക്ക് മിനിമം കൂലി കൊടുക്കണോ അല്ലെങ്കിൽ MSP കൊടുക്കണോ അവിടെ ഡിവിഷൻ നടക്കില്ല. അതുകൊണ്ടാണ് വർഗ അജണ്ടകൾക്കാണ് ഈ ഡിവിഷനെതിരായിട്ടുള്ളത്. അത് സ്ഥാപിക്കപ്പെട്ടു. അതായത് ഒരു എന്താ പറയുക, ലെഫ്റ്റിനോട് ക്രിട്ടിക്കലായി കണ്ടിരുന്ന ഒരു വലിയ വിഭാഗം പോലും ഈ പറയുന്ന ഇത് എന്താ പറയുക പോസ്റ്റ് മോഡേണിസത്തിൻ്റെ സ്വാധീനത്തിലും പെടുകയും ലെഫ്റ്റിനെ ക്രിട്ടിക്കലായി കാണുകയെന്ന പോസിറ്റീവ്ലി ക്രിട്ടിക്കലായിട്ടുള്ള ആളുകൾക്കടക്കം സ്വാധീനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇവിടെ വർഗരാഷ്ട്രീയത്തിൻ്റെ മേൽക്കൈ സ്ഥാപിക്കപ്പെടുകയും അത് നേരെ മറിച്ച് അതിന് മുമ്പുണ്ടായിരുന്ന, അപ്പോൾ മുസഫർ നഗറിലടക്കമുള്ള ടിക്കായത്തിൻ്റെ ഒക്കെ അനുഭവം, അവിടെ നടത്തിയ റാലിയിൽ പരസ്യമായി മാപ്പ് പറയുകയാണ് ചെയ്തത്. മുസ്ലിങ്ങളെ കൊല ചെയ്തതിന് ജാട്ടുകളുടെ നേതൃത്വം ഉണ്ടായിരുന്ന ആളുകളാണ് ഈ പറയുന്ന ടിക്കായത്തിൻ്റെ പാർട്ടിയിലുള്ളവരും അല്ലെങ്കിൽ ആ സംഘടനകളുടെ ഒക്കെ. അവരവിടെ പരസ്യമായിട്ട് വന്ന് മാപ്പ് പറയുകയും അവിടെ അല്ലാഹു അക്ബർ ജയ് ശ്രീറാം എന്നും അടക്കം മുദ്രാവാക്യം വിളിച്ചുകൊണ്ടാണ് ആ കർഷക സമരത്തിൽ പോകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള അജണ്ടകൾക്ക് മുകളിൽ ഉള്ള ഒരു യൂണിറ്റി വേണം എന്നുള്ള ഒരു നരേറ്റീവ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഇതിന് സാധിച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഒരു എക്സ്റ്റൻഷനിൽ കൂടിയാണ് ഇനിയുള്ള കാലഘട്ടത്തിലുള്ള എല്ലാ ജനാധിപത്യ സമരങ്ങൾക്കും വരാൻ വേണ്ടി പോകുന്നത്. ഇപ്പോൾ യൂണിവേഴ്സിറ്റി ക്യാമ്പസുകളിൽ അടക്കം അന്ന് ഓർമ്മയുണ്ടാവും, ഈ പറയുന്ന CAAയുടെ കൂടെ തന്നെയാണ് JNUവിൽ. അതിനെ എല്ലാത്തിനെയും ലെഫ്റ്റിൻ്റെ യൂണിവേഴ്സിറ്റികളെ ടാർഗറ്റ് ചെയ്യുന്നതിന് ഇൻ്റലക്ച്വലി അടക്കം ഈ ലെഫ്റ്റിനെ ഇല്ലായ്മ ചെയ്യുന്ന അജണ്ടകളടക്കമുണ്ട്. അപ്പോൾ അതിനെല്ലാം ക്ലബ് ചെയ്തുകൊണ്ടുള്ള RSSൻ്റെയും ഈ പറയുന്നവരുടെയുമായിട്ടുള്ള കൃത്യമായ അജണ്ട, ആ അജണ്ടയെ തകർക്കാൻ വേണ്ടിയിട്ട് ഈ പ്രക്ഷോഭങ്ങൾക്ക് അത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ നരേറ്റീവിൻ്റെ അത് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് ഈ കഴിഞ്ഞ ഏതാനും വർഷങ്ങളിലുള്ള ഏറ്റവും വലിയ നേട്ടം. അതിനു മുമ്പുള്ള ഈ 30 വർഷത്തിലുള്ള ഈ ആൻറ്റി നിയോലിബറൽ ചരിത്രത്തിൽ വേണ്ടത്ര ചർച്ച ചെയ്യപ്പെടാത്ത, അല്ലെങ്കിൽ ഇപ്പോഴും നരേറ്റീവുകളിൽ നമ്മുടെ ലെഫ്റ്റിൻ്റെ അടക്കമുള്ള സംസാരത്തിലടക്കം പോലും വരാത്ത ഈ കഥകളെ അല്ലെങ്കിൽ ഈ സമരങ്ങളെയെല്ലാം അതിൻ്റെ തുടർച്ചയായിട്ടാണിത് വന്നെങ്കിലും ഈ പറയുന്ന അത് ഒരു ഘട്ടത്തിലേക്ക് കൺസോളിഡേറ്റ് ചെയ്യുകയും അവിടെ ഒരു വലിയ ഐക്യം രൂപപ്പെടുകയും ചെയ്തു. ആ ഐക്യത്തിൽ ഒന്ന് ഈ കർഷകരുടെ ഐക്യം, അത് ഈ ലോക്ക്ഡൗൺ കാലത്ത് കൊണ്ടുവന്നിട്ടുള്ള ഈ നിയമങ്ങളുടെ ഫലമായിട്ട് അത് കർഷകരിൽ തന്നെ പല വർഗ്ഗങ്ങളാണല്ലോ ഉള്ളത്, ചെറുകിട വൻകിട, അവിടെ ഒരു യൂണിറ്റി, ഈ കുത്തകകൾക്കെതിരായിട്ടുള്ള ഒരു സമരം രൂപപ്പെട്ടു എന്നുള്ളതാണ് കർഷക സമരത്തിൻ്റെ. രണ്ട്, അതിന് ഈ നമുക്കൊക്കെ ഓർമ്മയുണ്ട് ആദ്യത്തെ സമരത്തിൻ്റെ തുടക്കം ഈ നവംബറിൽ. ആ സമരം തുടങ്ങിയത് ഈ അന്നത്തെ SKM രൂപപ്പെടുന്നതിന് മുമ്പാണ് ഈ ഡൽഹി മാർച്ച് പ്ലാൻ ചെയ്തത്. അപ്പോൾ അത് ഓൾ ഇന്ത്യ കിസാൻ സംഘർഷ് കോർഡിനേഷൻ കമ്മിറ്റി, സെൻട്രൽ ട്രേഡ് യൂണിയൻ പ്ലാറ്റ്ഫോമും കൂടെ തീരുമാനിച്ച് രണ്ടു കൂട്ടരും കൂടിയാണ് അത് 2 ദിവസത്തെ കർഷക മാർച്ചും ഒരു ദിവസത്തെ പണിമുടക്കും തീരുമാനിച്ചത്. ആ പണിമുടക്കിന് ശേഷം ആ വലിയ തോതിൽ ഇത് കർഷക സംഘടനകൾ പോലും വിഭാവനം ചെയ്യുന്നതിനേക്കാളും വലുതായിട്ട് ആ സമരം വികസിക്കുകയും അതിനുശേഷം നമ്മളൊക്കെ ആദ്യം അതിന് പിന്തുണയായിട്ട് അവിടെ പോകുമ്പം അവിടെ സെൻട്രൽ ട്രേഡ് യൂണിയൻ്റെ ലീഡർഷിപ്പിനെ സ്റ്റേജിൽ കയറ്റാൻ പോലും വേണ്ടിയിട്ട് സമ്മതിച്ചിട്ടില്ല. ഒരാൾ വന്ന് പ്രസംഗിച്ച് പോയാൽ മതി എന്നായിരുന്നു പറയുന്നത്. അപ്പം ഈ സമരം ഉടനെ വിജയിക്കാൻ പോവുകയാണെന്നതിൻ്റെ ഒരു സ്റ്റൈലും അങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയറും ഉണ്ടായിരുന്നു അതിനകത്ത്. അതേസമയം അതിപ്പം വന്നിട്ട് ഈ 2 കൂട്ടരും കൂടി ഒന്നിച്ചുള്ള പണിമുടക്കുകളിലേക്ക് അടക്കം വികസിക്കാനും അതൊരു വർഗ അജണ്ടയുള്ള ഒരു സർക്കാരിനോടാണ് ഏറ്റുമുട്ടുന്നതെന്നും അത്ര എളുപ്പമല്ലെന്നും അത് വിഭജനങ്ങളുടെയും ഈ ഒരു കർഷകരുടെയും തൊഴിലാളികളുടെയും ഐക്യം കൊണ്ടാണ് എന്നുള്ള ഒരു അടിസ്ഥാനപരമായ ധാരണ രൂപപ്പെട്ടിരിക്കുന്നു ഈ 2 പ്ലാറ്റ്ഫോമുകളിലും. തൊഴിലാളി സംഘടനകളെന്ന് പറയുന്നത് അവരുടെ ഒരു നാച്ചുറലി അതൊരു സപ്പോർട്ടായിരുന്നു ഈ കർഷക സമരത്തിന് താഴെ എല്ലാ സംസ്ഥാനങ്ങളിലടക്കം. അതേസമയം കർഷക പ്രസ്ഥാനത്തിൻ്റെ ഈ പറയുന്ന പോലെ വൈവിധ്യം ഉള്ളതുകൊണ്ട് തന്നെ അത് പുതുതായി വന്നിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ആണെന്നുള്ളത് കൊണ്ട് തന്നെ അതിന് കുറച്ചും കൂടി സമയമെടുക്കുകയും ആ ഏറ്റുമുട്ടലിൽ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു പിന്തുണ കിട്ടിയത് കൊണ്ട് തന്നെ അത് കൺസോൾട്ടേറ്റ് ചെയ്യാനും അത് മുമ്പോട്ട് കൊണ്ടുപോകണം എന്നുള്ളൊരു ധാരണ രൂപപ്പെട്ടു. അപ്പോൾ ഇനി വരുന്ന സമരങ്ങളിൽ ഇത് വളരെ നിർണായകമായിട്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സ്വാധീനിക്കും. ആശയപരമായല്ലോ എല്ലാ പോളിസികളെയും ഇപ്പം തന്നെ ഓൾറെഡി സ്വാധീനിച്ചു കഴിഞ്ഞു. അപ്പോൾ അവിടെയുള്ള ഒരു പോരായ്മ ഇപ്പം പറയാം, നമ്മൾ തൊഴിലാളികളിലെ ലേബർ കോഡുകൾ ആ തരത്തിലുള്ള ഒരു നരേറ്റീവിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടില്ല. തൊഴിലുറപ്പ് പദ്ധതി വന്നിട്ടുണ്ട്, മനരേഖയുടെ അതിൻ്റെ കൂലി കൂട്ടും എന്ന് പറഞ്ഞതിലപ്പുറത്ത്. അതേസമയം ഈ ലേബർ കോഡുകൾ
അതെല്ലാം ഇനിയുള്ള ദിവസങ്ങളിൽ അത് വരും. അത് വരാതിരിക്കാൻ വേണ്ടി കഴിയില്ല, അത് ഏത് ഗവൺമെൻറ് വന്നാലും. വനിതാ സംവരണ ബില്ല് ലോക്സഭയിൽ പാസ്സാക്കി. പക്ഷേ നമ്മൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു ഇപ്രാവശ്യത്തെ കാൻഡിഡേറ്റ് ലിസ്റ്റ് വരുന്ന സമയത്ത് അത്തരത്തിലുള്ളൊരു പ്രാതിനിധ്യം, തത്വത്തിൽ പാസ്സാക്കിയ ഒരു ബില്ലിൽ ഈ പ്രാതിനിധ്യം കൊടുക്കുക എന്നുള്ളത് ഒരു ധാർമ്മികമായ ഒരു മൂല്യബോധത്തിൻ്റെ ഭാഗമായിട്ട് ചെയ്യേണ്ടതായിരുന്നു. പക്ഷെ ആരും ചെയ്തിട്ടില്ല, ലെഫ്റ്റും ചെയ്തിട്ടില്ല, CPM ഉം CPI ഉം ഉൾപ്പെടെ അത് ചെയ്തിട്ടില്ല. ഒരു നമ്മൾ ഈ പറയുന്ന പോലത്തെ വർഗരാഷ്ട്രീയം പറയുമ്പോഴും അധികാര രാഷ്ട്രീയത്തിലെ പങ്കാളിത്തത്തെക്കുറിച്ച് എന്തുകൊണ്ടാണ് ലെഫ്റ്റിന് പോലും ആ രീതിയിൽ ചിന്തിക്കാൻ ഇപ്പോഴും പറ്റാത്തത്? ഒന്ന്, ലെഫ്റ്റ് പൊതുവെ എന്താ പറയുക, തെരഞ്ഞെടുപ്പിൽ വീക്കെൻഡായിട്ടുള്ള ഒരു സ്ഥിതിയാണ്. അപ്പോൾ അതിനകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പരിഗണന എന്ന് പറയുന്നത് ജയിക്കുക എന്നുള്ളതാണ്. സ്ത്രീകൾ നിർത്തിയാൽ ജയിക്കില്ല എന്നുള്ളതിലല്ല പറയുന്നത്. ഒന്ന്, നമുക്ക് അങ്ങനെയുള്ള പല ഘടകങ്ങളിലും എല്ലാം വരുമ്പോൾ ആ വീക്ക്നെസ് ഉണ്ട്. അത് എപ്പോഴും സെൽഫ് ക്രിട്ടിക്കലായിട്ട് കാണേണ്ടതാണ്. ഇനിയും കൂടുതൽ വരുന്നതാണ്. അത് ലിപ് സർവീസിന് അപ്പുറത്തേക്ക് അത് പോകേണ്ടതാണ്. അത് ബോധപൂർവമായിട്ട് നമ്മൾ ഇടപെടും. ഇനി തോറ്റുകൊണ്ടാണെങ്കിൽ പോലും അങ്ങനെയുള്ളൊരു കൾച്ചറിലേക്ക് പോകാൻ വേണ്ടി മുൻകൈ എടുക്കേണ്ടത് ലെഫ്റ്റാണ്. അത് ഒന്ന്. രണ്ട്, ഈ ബില്ല് പാസ്സാക്കിയത് തന്നെ ഈ പറഞ്ഞ നേരത്തെയുള്ള സ്ത്രീകൾ എന്നുള്ള ഒരു അജണ്ടയുടെ ഭാഗമായിട്ട് വന്നിട്ടുള്ള യാതൊരു ആത്മാർത്ഥതയും ഇല്ലാത്ത ഒരു ഇതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് അങ്ങനെ വരില്ല. പിന്നെ ഈ പറയുന്ന BJD പോലുള്ള പാർട്ടികൾ അവർക്ക് അങ്ങനെയുള്ള അവർക്ക് എത്രത്തോളം സ്ത്രീ സ്വാതന്ത്ര്യത്തെക്കുറിച്ചിട്ടും അല്ലെങ്കിൽ സ്ത്രീകളുടെ പാർട്ടിസിപ്പേഷനെ കുറിച്ചിട്ടും ഒക്കെ ഉള്ള ധാരണയുണ്ട് എന്നുള്ളതും നമുക്കറിയാമല്ലോ. ചരിത്രം തെളിയിക്കപ്പെടുന്നതാണ്. സ്ത്രീകൾ എന്നുള്ള നിലയിൽ ഈ വിഷയങ്ങളെ അതിനെ ഒരു ലാർജർ പെർസ്പെക്റ്റീവിൽ വർഗ രാഷ്ട്രീയമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് അടിസ്ഥാനപരമായിട്ട് അവരെ പൊതുജീവിതത്തിലേക്ക് കൊണ്ടുവരികയും അവരുടെ ജീവിത നിലവാരം ഉയർത്തുകയും അവരെ പബ്ലിക് ലൈഫിലേക്കും എന്താ പറയുക പ്രൊഡക്ഷൻ പ്രോസസ്സിലേക്കും കൊണ്ടുവരിക എന്നുള്ള ഒരു അജണ്ട. അതിനാണ് എനിക്ക് തോന്നുന്നത് ലെഫ്റ്റിനെ കൂടുതൽ ക്രിട്ടിക്കലായിട്ട് നമ്മൾ കാണുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ സീറ്റ് കൊടുക്കുന്നതിനപ്പുറത്ത് ആ പ്രോസസ്സിനെ അടക്കം നമ്മളുടെ നരേറ്റീവിൽ കൊണ്ടുവരികയും എങ്ങനെയാണ് ഈ പറയുന്ന ഈ സ്ത്രീ പ്രശ്നത്തെ അടക്കം മൊത്തം നമ്മളുടെ വിലയിരുത്തലിൽ എന്താണ് പോരായ്മ എന്നുള്ളത്. ഉദാഹരണത്തിന് നമ്മൾ എന്താ പറയുക സ്മാർട്ട് കിച്ചൺ അല്ലെങ്കിൽ എന്താ പറയുക സ്ത്രീകൾക്ക് പെൻഷൻ എന്നൊക്കെയുള്ള പറയുമ്പം അതിനെ കൃത്യമായിട്ടും വ്യവച്ഛേദിക്കുകയും എന്താണ് അതിനകത്ത് ലെഫ്റ്റിൻ്റെ വ്യതിരിക്തത, എങ്ങനെയാണ് ഒരു സോഷ്യൽ പ്രൊഡക്ഷൻ പ്രോസസ്സിലേക്ക് എല്ലാ വ്യക്തികളെയും കൊണ്ടുവരിക എന്നുള്ളതിലും അതിനകത്ത് കുടുംബത്തിലുള്ള ഈ വർക്കിനെ അടക്കം എങ്ങനെയാണ് നിങ്ങൾ ഡിഫൈൻ ചെയ്യുന്നതെന്നും അതിന് കൃത്യതയില്ലാതെ ഒരു ജനറൽ പോപ്പുലാരിറ്റിക്ക് പോകുന്നതിനപ്പുറത്ത് അതിനെ ഒരു അജണ്ടയിലേക്ക് കൊണ്ടുവരേണ്ടത് എനിക്ക് തോന്നുന്നു അതാണ് നമുക്ക് കൂടുതൽ ചർച്ച ചെയ്യേണ്ടത്. അതിൻ്റെ ഒരു ഫലമായിട്ട് അങ്ങനത്തെ ഒരു പ്രോസസ്സിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോഴും അവിടെ വലിയൊരു സമരം നടക്കേണ്ടി വരും. അങ്ങനത്തെ ഒരു സ്വാഭാവികതയൊന്നുമില്ല. അവിടെ വലിയ സമരങ്ങൾ ആദ്യം കൂടുതൽ ഏറ്റുമുട്ടലുകൾ വരും. ഈ കോമ്പറ്റീഷനൊക്കെ അടക്കം വരുമ്പോൾ അതെല്ലാ തരത്തിലും അത് വരുന്നുണ്ടാവും. എന്നാലും അവിടെ അതായത് അടിസ്ഥാനപരമായ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്തുകൊണ്ടേ നിങ്ങൾക്ക് അല്ലാതെ ഷോർട്ട് കട്ടൊന്നുമില്ല. നിങ്ങളൊരു 10 പേരെ കൂടുതൽ നോമിനേറ്റ് ചെയ്തു എന്നുള്ളത് കൊണ്ട് ഈ പറയുന്ന സ്ത്രീ വിരുദ്ധതകൾ പരിശോധിക്കപ്പെടില്ല. അപ്പോൾ നമ്മൾ പറയുന്ന പോലെ എന്താ പറയുക ആ മോഡലുകളെ തന്നെയായിരിക്കും റീക്രിയേറ്റ് ചെയ്യുന്നത്. ഈവൻ ഫോർ വിമൻ മീൻസ് അവരെന്താണ് വ്യത്യസ്തരായിരിക്കുന്നത് നമ്മളെ പൊതുരാഷ്ട്രീയത്തിലുള്ള വലതുപക്ഷ രാഷ്ട്രീയ പാർട്ടികളിലുള്ള സ്ത്രീകളിൽ പലരും അവരുടെ സ്ത്രീ വിരുദ്ധത തന്നെ നമുക്ക് മുമ്പ് വരുന്നുണ്ടല്ലോ. അപ്പം അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് നമ്മളെ ലെഫ്റ്റിന് ഏറ്റവും കൂടുതലായിട്ട് ഈ അജണ്ടകളെ മുമ്പോട്ട് കൊണ്ടുവരാനും യഥാർത്ഥ പ്രശ്നങ്ങളെ കൊണ്ടുവരാനും ആ ഓൾട്ടർനേറ്റീവുകൾ നമുക്കുണ്ട്. നമ്മൾ അതിനെ വേണ്ട രീതിയിൽ ജനങ്ങളിലേക്ക് എത്തിച്ച് അത് ജനങ്ങളുടെ ഓൾട്ടർനേറ്റീവായിട്ട് കൊണ്ടുവരിക എന്നുള്ളത് അതിൻ്റെ ഒരു ഏറ്റവും പ്രാഥമികമായൊരു ഘട്ടത്തിലാണ് ആ മൂവ്മെൻറ്റ് നിൽക്കുന്നത്. അത് വളരെ വിജയകരമായി നമ്മൾ ചെയ്തു. ഇന്ത്യയുടെ ഭാവി ആ കർഷകരുടെയും തൊഴിലാളികളുടെയും രൂപപ്പെട്ട ഐക്യത്തിൽ നിന്നാണ്. ഇന്ത്യയുടെ ജനാധിപത്യം സംരക്ഷിക്കാനുള്ള ഒരേ ഒരു ഗ്യാരണ്ടി അത് തന്നെയാണ്. അതിനി എന്തായാലും അപ്പോൾ നമ്മൾ ആൾക്കാർ ചോദിക്കുക ഇനി എന്തായിരിക്കും ആരധികാരത്തിൽ വരും എന്നൊക്കെയുള്ള സാധാരണ ചോദ്യങ്ങൾ വരാറുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താണ് നമുക്കതിനുള്ള നമ്മൾ ഒന്നും പ്രെഡിക്റ്റ് ചെയ്യുന്നതല്ല. ഇന്നത്തെ പ്രതിസന്ധിയിലകപ്പെട്ടിട്ടുള്ള ലോക മുതലാളിത്തം അവരുടെ അവസാനത്തെ കളി കളിക്കുന്നതാണ്. ഇന്ത്യ ഈസ് ദെയർ ബിഗ്ഗസ്റ്റ് മാർക്കറ്റ് ആൻഡ് അവരുടെ ഏറ്റവും വലിയ അലിയുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ എന്തും ചെയ്ത് അധികാരത്തിൽ വരാൻ വേണ്ടി ശ്രമിക്കും. തെരഞ്ഞെടുപ്പിൽ ഇനി പരാജയപ്പെട്ടാലും ആളുകളെ വാങ്ങിയിട്ടും അധികാരത്തിൽ വരാനും ഈ അജണ്ടകൾ മുമ്പോട്ട് കൊണ്ടുവരാനും പോലും നമ്മുടെ മുമ്പിലുള്ള ഒരേ ഒരു ഗ്യാരണ്ടി എന്ന് പറയുന്നത് അങ്ങനെയുള്ള നയങ്ങളെ അത് തെരുവിൽ നേരിട്ടുകൊണ്ട് പരാജയപ്പെടുത്തും എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഗ്യാരണ്ടി. ഓക്കെ.